ഹലോ കുട്ടികളെ, വെൽക്കം ടു ടെല്ല ക്ലാസ്സസ്. ടെല്ലയുടെ ഫാസ്റ്റ് ട്രാക്ക് സീരീസിലെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഓക്കെ അല്ലേടാ? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ് വേവ് ഒപ്റ്റിക്സ് എന്ന അടിപൊളിയായ ചാപ്റ്റർ. എല്ലാവരും റെഡി ആയിട്ടല്ല ഇരിക്കുന്നത്? പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നില്ലേ? സമയം ഒട്ടും വേസ്റ്റ് ചെയ്യരുത്. എൻട്രൻസ് ആണ് പഠിക്കുന്നുള്ള ബോധം എല്ലാ കുട്ടികൾക്കും ഉണ്ടാവണം. വൃത്തിക്ക് എല്ലാ ദിവസവും കഷ്ടപ്പെട്ട് തന്നെ പഠിക്കാൻ നോക്കുക കേട്ടോ. നമ്മൾ ഇന്ന് സമയം ഒന്നും കളയുന്നില്ല. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന അടിപൊളിയായ ചാപ്റ്റർ ആണ്. എന്താണ് വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്? നമ്മൾ റേ ഒപ്റ്റിക്സ് പഠിച്ചു. എന്താണ് നമ്മൾ പഠിച്ചത്? റേ ഒപ്റ്റിക്സ് പഠിച്ചു. ലൈറ്റിനെ പാർട്ടിക്കിൾ ആയി കൺസിഡർ ചെയ്യുന്ന റേ ഒപ്റ്റിക്സ് നമ്മൾ പഠിച്ചു അല്ലെ? അങ്ങനെയാണെങ്കിൽ റേ ഒപ്റ്റിക്സ് ആണ് നമ്മൾ അവിടെ പഠിച്ചത്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കും വേവ് ഒപ്റ്റിക്സ്. ലൈറ്റിനെ വേവ് ആയി കൺസിഡർ ചെയ്യുന്നു വേവ് ഒപ്റ്റിക്സ്. അത് കഴിഞ്ഞ് ഡുവൽ നേച്ചർ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞ് അതും പഠിക്കും. ലൈറ്റിന്റെ രണ്ട് നേച്ചറുകളെ പറ്റി അങ്ങനെ പഠിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വേവ് ഒപ്റ്റിക്സ് എന്ന ലൈറ്റിനെ ആസ് എ വേവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വേവ് ഒപ്റ്റിക്സ് ഒന്നും പറയുന്നില്ല, ക്ലാസ്സിലേക്ക് നേരെ കിടക്കാം. ആദ്യം തന്നെ പറയുന്നു വേവ് ഫ്രണ്ട് ട്ടാ. എന്താ വേവ് ഫ്രണ്ട് എന്ന് കുട്ടികൾ പറഞ്ഞ എന്താണ് വേവ് ഫ്രണ്ട്? ഇറ്റ് ഈസ് എ ലോക്കസ് ഓഫ് ഓൾ പോയിന്റ് ഓഫ് എ മീഡിയം വിച്ച് ആർ വൈബ്രേറ്റിംഗ് ഇൻ ദ സെയിം ഫേസ്. അത്രേ ഉള്ളൂ. അതൊരു ലോക്കസ് ഓഫ് ഓൾ പോയിന്റ് ആണ്. ഞാൻ സിമ്പിൾ ആയി പറഞ്ഞതല്ലേ, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മളൊരു കുളം അല്ലെങ്കിൽ ഒരു വെള്ളം എടുക്കുക. ഒരു കുളം ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന വെള്ളത്തിലേക്കോ കുളത്തിലേക്കോ നമ്മൾ എന്ത് ചെയ്തു? ഞാൻ ഒരു കല്ല് നേരെ ഇങ്ങനെ ഇട്ടു. ഓക്കെ അല്ലേ? ഇതാണ് എന്റെ കുളം എന്ന് വിചാരിക്കും. ഇങ്ങനെ ഒരു കുളം ഉണ്ട് കേട്ടാ. അതിന്റെ നടുവിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? ഞാൻ ഒരു വലിയൊരു കല്ല് ഒരു ഉയരത്തിൽ ഞങ്ങൾ ടെപ്പ് എന്ന് പറഞ്ഞിട്ടു. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും? അവിടെ വേവ്സ് ജനറേറ്റ് ആവും അല്ലെ? ഇങ്ങനെ ജനറേറ്റ് ചെയ്യും. അത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, അതായത് എല്ലാ ഡയറക്ഷനിലേട്ടും ഇങ്ങനെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ഒരു ഇറക്കം ഒരു കയറ്റം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 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 അല്ലെ? ഇങ്ങനെ ഇട്ട് പോവും. അത് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തതാണ്. ഇങ്ങനെ നോക്കിക്കോ, ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോവും അല്ലെ? ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പോവും. അത്രേ ഉള്ളൂ. ഇത് നോക്കാം. ഓക്കെ അല്ലെ? അപ്പൊ എല്ലാ ഡയറക്ഷനിലോട്ടും ഇങ്ങനെ കേറി ഇറങ്ങി പോവും അല്ലെ? ഒരു ഡയറക്ഷനിലോട്ട് മാത്രമാണോ പോകുന്നത്? അല്ല. എല്ലാ ഡയറക്ഷനിലോട്ടും ഇങ്ങനെ കേറി ഇറങ്ങി പോവും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാണ് കേട്ടോ. ഒരു വട്ടത്തിൽ ഇത് ഇപ്പോ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്തു. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തില്ല. ഇനി ഈ വട്ടം നോക്കാട്ടോ. ഈ വട്ടത്തിൽ നോക്കുമ്പോൾ എല്ലാ പോയിന്റും കണ്ട ഇങ്ങനെ എല്ലാ പോയിന്റും ഒരേ ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന കണ്ട. ഈ ഒരു കണ്ട എല്ലാ പോയിന്റും ഒരേ ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന കണ്ട. ഇതിനെയാണ് വേവ് ഫ്രണ്ട് എന്ന് വിളിച്ചത്. അത് ഈ വട്ടത്തിലാവുമ്പോൾ എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഇതാണ് എന്റെ വേവ് ഫ്രണ്ട് ആയിട്ട് വരിക. കാരണം എന്താ? ഇവിടെ എല്ലാവരും ഇങ്ങനെ മേലേക്കായിട്ടാണ് നിൽക്കുന്നത് കണ്ട. ഇവിടെ എല്ലാവരും ഇങ്ങനെ മേലേക്കായിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു പോയിന്റിൽ. എന്നിട്ട് എന്ത് ചെയ്യും? അതൊരു അടിയിലേക്ക് പോകും. അതിങ്ങനെ അടിയിലേക്ക് പോകും കണ്ട. ഇങ്ങനെ അടിയിലോട്ട് പോകും. വീണ്ടും അത് ഇവിടെ എത്തുമ്പോൾ മേലോട്ടാവും. അപ്പൊ ഇതൊരു അടുത്ത വേവ് ഫ്രണ്ട്. ഈ അടിയിലിരിക്കുന്ന എല്ലാം ഒരു വേവ് ഫ്രണ്ട്, മേലെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന എല്ലാം ഒരു വേവ് ഫ്രണ്ട്. ഇങ്ങനെയാണ് വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാല്. മക്കൾ ആലോചിക്കുക, ഇത് മനസ്സിലാവാത്ത ഒരാൾക്ക് ഇങ്ങനെ ഞാൻ കല്ലിട്ടില്ലെങ്കിൽ ആദ്യം എന്താവും? അവിടെ ഇങ്ങനെ വേവ് ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ തിരമാല ഇങ്ങനെയല്ലേ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്താ, ഇത് ഞാൻ ചുറ്റുവിട്ട ഒരു സൈഡിലേക്ക് മാത്രമാണോ വേവ് ഫ്രണ്ട് ക്രിയേറ്റ് ചെയ്യുക? അല്ല, എല്ലാ ഡയറക്ഷനിലോട്ടും ഒന്നുണ്ടാവും. ഈ തിരമാല പോലെ വേവ് ക്രിയേറ്റ് ചെയ്യും. ഈ എല്ലാ ഡയറക്ഷനിലും ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ കുട്ടികൾ ആലോചിക്കണേ, എന്തുണ്ടാവും? ഇങ്ങനെ എല്ലാ ഡയറക്ഷനിലും ഇങ്ങനെ പൊന്തിട്ട് പിന്നെ താഴ്ന്നിട്ട് ഞാൻ സെന്ററിൽ കൊണ്ടുപോയിട്ട്, കാരണം ചുറ്റും ഉണ്ടാവില്ലേ. അപ്പൊ ഞാൻ ഒരു സർക്കിൾ പോലെ വരച്ച ആ മേലേക്ക് നിൽക്കുന്നല്ല ഒരു വേവ് ഫ്രണ്ട്. കാരണം എന്താ? അതെല്ലാം ഒരു സെയിം ഫേസിലാണ്. ഇനി വേറൊരു രീതിക്ക് പറഞ്ഞു തരാണെങ്കിൽ നോക്കിക്കോട്ടോ. വേറൊരു രീതിക്ക് പറഞ്ഞു തരാണ്. ഞാൻ ആദ്യം ഒരു പാർട്ടിക്കിൾ എടുത്തു. ആ പാർട്ടിക്കിൾ ഇങ്ങനെ മാക്സിമം മിനിമം ആയിട്ട് പോയി. ഇനി അതേപോലെ തന്നെ ഞാൻ ഇവിടെ കാണിച്ചത് കുട്ടിയാണ്. ഞാൻ ആദ്യം ഒരു പാർട്ടിക്കിൾ എടുത്തു. ആ പാർട്ടിക്കിൾ മാക്സിമം മിനിമം ആയിട്ട് ഇങ്ങനെ പോയി. വീണ്ടും ഒരു പാർട്ടിക്കിൾ എടുത്തു. ആ പാർട്ടിക്കിൾ അതേപോലെ തന്നെ മാക്സിമം മിനിമം ആയിട്ട് പോയി. ഇത് സെയിം ഫേസ് ആണ്. ഓക്കെ, ഇതിന് ഒരേ സമയമാണ് ഇവർ മാക്സിമം എത്തുമ്പോൾ, ഒരേ സമയമാണ് ഇവർ മിനിമം എത്തുന്നത്, ഒരേ സമയം വീണ്ടും നെഗറ്റീവ് മാക്സിമയിൽ എത്തുന്നു, വീണ്ടും മിനിമയിൽ എത്തുന്നു, അങ്ങനെ പോയി. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടി ഒരു വേവ് ഫ്രണ്ട് ഉണ്ടാക്കും. വേവ് ഫ്രണ്ട് അതേ സമയം നോക്കാട്ടോ. ഇങ്ങനെ ഒരാള് ചെയ്യുന്നു, അതേസമയം ഇങ്ങനെ ഒരാള് വരുന്നു. ഇവൻ തമ്മിലൊരു ഫേസ് ഡിഫറൻസ് ഇല്ലേ? ഇവിടെ നോക്കിക്കേ, ഇവൻ മാക്സിമം എത്തുമ്പോൾ ഇവൻ മിനിമത്തിലാണ് നിൽക്കുന്നത് അല്ലെ? അപ്പൊ എന്താണ്? ഇവർ തമ്മിലൊരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇവരെന്തല്ല, ഇവരൊരു വേവ് ഫ്രണ്ട് അല്ല. ഓക്കെ അല്ലെ? കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ കാര്യമാണ് വേവ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഇതൊന്നും അധികം ചോദിക്കാനില്ല. ചോദിക്കാനിലേക്ക് ഇപ്പം ഓക്കെ, നമ്മൾ ഈ പാഠം എന്ന് പറയുന്നത് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂലായും പഠിച്ച് പോവാ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അധികം വലിച്ചു നീട്ടി പറയില്ല, ജസ്റ്റ് പറഞ്ഞു പോകുള്ളൂ കേട്ടോ.
ടൈപ്സ് ഓഫ് വേവ് ഫ്രണ്ട് ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത് 3 ടൈപ്പ് ഓഫ് വേവ് ഫ്രണ്ട് ഉണ്ട്. എത്ര ടൈപ്പ് ഉണ്ട്? 3 ടൈപ്പ് വേവ് ഫ്രണ്ട് ആണ് ഉള്ളത്. 3 ടൈപ്സ് നമുക്ക് പഠിക്കാനുണ്ട്. 3 ടൈപ്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. എന്തൊക്കെയാ 3 ടൈപ്സ് നോക്കിയാലേ, ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന് വരുന്ന വേവ് ഫ്രണ്ട് ആണെങ്കിൽ, എങ്ങനെയാണ് ഒരു പോയിന്റ് സോഴ്സിൽ നിന്നാണ് ഒരു വേവ് ഫ്രണ്ട് വരുന്നത് വിചാരിക്കാം. നോക്കിക്കോ, ഒരു പോയിന്റ് എടുത്തു ഞാന്, അതിനിങ്ങനെ ഇങ്ങനെ 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 ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന് വരുന്ന വേവ് ഫ്രണ്ട് എന്തായിരിക്കും എന്നറിയോ? അതൊരു സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. എന്തായിരിക്കും അത്? ഒരു സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും എന്ത് വരുന്നത്? ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന് വരുന്ന വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഇങ്ങനെ കണ്ട, ഇങ്ങനെ ഒരു സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും ഫോം ചെയ്ത്. ഓക്കെ അല്ലെ? അപ്പൊ പോയിന്റ് സോഴ്സിൽ വരുന്ന വേവ് ഫ്രണ്ട് ഏതാണെന്ന് ചോദ്യം എന്നാൽ, അപ്പൊ കുട്ടികൾ എല്ലാവരും പറയാം ദാറ്റ് വിൽ ബി എ സ്പെറിക്കൽ വേവ് ഫ്രണ്ട്. ഓക്കെ അല്ലെ? ഇനി രണ്ടാമതായിട്ട് നമ്മളോട് ചോദിക്കാവുന്നതാണ്. നമ്മളോട് ചോദിക്കാം, ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ഒരു വേവ് ഫ്രണ്ട്, ഇൻഫിനിറ്റി ആണ് നമ്മളുടെ സോഴ്സ് എങ്കിൽ, നോക്കിക്കോട്ടോ, ദ വേവ് ഫ്രണ്ട് വിൽ ബി പ്ലെയിൻ ആയിരിക്കും. പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ് നമുക്ക് കിട്ടുക. അതെങ്ങനെ നോക്കാം. ഇൻഫിനിറ്റിയിൽ നിന്ന് കണ്ട ഇങ്ങനെ വരികയാണ്, ഓരോ റേസ് വരുമ്പോ കണ്ടോ, ഇങ്ങനെ ഓരോ റേസ് ഇൻഫിനിറ്റിയിൽ നിന്ന് വരികയാണ് കേട്ടാ. കണ്ട ഇങ്ങനെ വരുമ്പോ ഞാൻ കണ്ട ഇങ്ങനെ എടുത്താൽ കണ്ട ഇതൊരു പ്ലെയിൻ ആയിട്ട് കണ്ട ഇങ്ങനെയാണ് ഇൻഫിനിറ്റിയിൽ വരുന്ന റേസില് പ്ലെയിൻ വേവ് ഫ്രണ്ട് ഉണ്ടാകുന്നത്. അടുത്തത് മൂന്നാമതും അവസാനമായ കാര്യം, സിമ്പിൾ കാര്യം എന്താണ്? ഒരു ലീനിയർ സോഴ്സ് ആണ് എനിക്കെങ്കിൽ, എനിക്കുണ്ടാവുന്ന വേവ് ഫ്രണ്ട് ഏതാണെന്ന് ചോദിക്കും. അപ്പൊ പറയാം അതൊരു സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. എന്തായിരിക്കും? അതൊരു സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. നോക്കാം എങ്ങനെ സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് വന്നത്. ഞാനൊരു ലീനിയർ സോഴ്സ് ഇവിടെ ഇങ്ങനെ വരച്ചേ, അപ്പൊ കണ്ടട്ടാ, അപ്പൊ എന്തായി, ഈ വേവ് ഫ്രണ്ട് ഇങ്ങനെ ചുറ്റുണ്ടാവും. അത് ഞാനിങ്ങനെ ചെയ്ത ഒരു സിലിണ്ടർ പോലെ അല്ലേ, ഇതാണ് കണ്ടത്. ഇതിങ്ങനെയാണ് ഒരു ലീനിയർ സോഴ്സ് ആണെങ്കിൽ എനിക്ക് ഉണ്ടാവുന്നത് എന്തായിരിക്കും? ഒരു സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഈ 3 കാര്യങ്ങൾ സെറ്റ് ആയില്ലേ? അതൊരു പോയിന്റ് സോഴ്സ്, പിന്നെ ഒരു ഇൻഫിനിറ്റി സോഴ്സ്, ഒരു ലീനിയർ സോഴ്സ്. പോയിന്റ് സോഴ്സ് ആണെങ്കിൽ അതൊരു സ്പെറിക്കൽ വേവ് ഫ്രണ്ട്, ഇൻഫിനിറ്റി ആണെങ്കിൽ ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട്, ലീനിയർ സോഴ്സ് ആണെങ്കിൽ അതൊരു സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട്. ഇനി എങ്ങനെയാണ് ഇതിൽ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ ചോദ്യം വരിക നോക്കിയാലോ? നമ്മളോട് ഇങ്ങനെ ചോദിക്കാം, എന്താ ചോദിക്കാന്നറിയോ? Infinital source, the light rays coming from an infinite source pass through a convex അല്ലെങ്കിൽ കോൺകേവ് ലെൻസിലൂടെ പാസ് ചെയ്തെന്ന് വിചാരിക്കാം. വാട്ട് ടൈപ്പ് ഓഫ് വേവ് ഫ്രണ്ട് ഇസ് ഫോംഡ് എന്ന് ചോദിക്കും. ഓക്കെ അല്ലെ? ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു വേവ് ഫ്രണ്ട് വരുന്നു. ഓക്കെ, ഇൻഫിനിറ്റിയിൽ നിന്ന് വന്നിട്ട് ഒരു കോൺവെക്സ് ലെൻസിൽ എന്ത് ചെയ്തു? പാസ് ചെയ്യുമ്പോൾ കോൺവെക്സ് ലെൻസിലൂടെ പാസ് ചെയ്താൽ അവരുണ്ടാകുന്ന വേവ് ഫ്രണ്ട് ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് വരച്ചു നോക്കാം. ആദ്യം ഞാൻ ഇവിടെ കോൺവെക്സ് ലെൻസ് വരയ്ക്കാൻ പോകണം. ഒരു കോൺവെക്സ് ലെൻസ് വരച്ചു. ഓക്കെ, ഒരു കോൺവെക്സ് ലെൻസ് ഇവിടെ ഞാൻ വരച്ചു. ഇനി എന്താണ്? ഇൻഫിനിറ്റിയിൽ നിന്ന് റേസ് വരുന്നുണ്ട്. ഓക്കെ, ഇൻഫിനിറ്റിയിൽ നിന്ന് റേസ് വരട്ടെ. വരുന്നു. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? ഈ ഇൻഫിനിറ്റിയിൽ നിന്ന് റൈസ് വന്നാൽ എവിടെ മീറ്റ് ചെയ്യുക? ഫോക്കസിൽ പോയിട്ട് മീറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഇവരെന്ത് ചെയ്യും? ഈ ഫോക്കസ് പോയിന്റിൽ പോയിട്ട് മീറ്റ് ചെയ്യും. കണ്ട, ഇപ്പൊ എന്താ, ഇതൊരു പോയിന്റ് സോഴ്സ് ആയില്ല. ഇനി എങ്ങനെ ഉണ്ടാവും നോക്കിക്കോട്ടോ. ഇങ്ങനെ പോവും, അതിങ്ങനെ പോവും. എന്താവും ഇത്? നോക്കി. ഇതെന്ത് വേവ് ഫ്രണ്ടാ? അതൊരു സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആയിട്ട് മാറി. എന്ത് വേവ് ഫ്രണ്ട് ആയിട്ടാണ് മാറിയത്? അതൊരു സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആയിട്ട് മാറി. ഓക്കെ അല്ലെ? അപ്പൊ ചോദിക്കും, ഇൻഫിനിറ്റിയിൽ നിന്ന് കോൺവെക്സ് ലെൻസിലോട്ട് പോയിട്ട് ഒരു റേസ് പാസ് ചെയ്തിട്ട് പോയാൽ അത് എന്ത് വേവ് ഫ്രണ്ട് ആയിട്ട് ചേഞ്ച് ആവും? പ്ലെയിൻ വേവ് ഫ്രണ്ട് എന്നുള്ളത് അതൊരു സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആയിട്ട് മാറും. ഓക്കെ അല്ലെ? ഇതൊരു പ്ലെയിനാ, ഇൻഫിനിറ്റിയിൽ സോഴ്സിൽ നിന്ന് വരുന്ന ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ടാ. എന്തായിട്ട് മാറും? സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആയിട്ട് മാറും. അടുത്തൊരു ചോദ്യം, ഇൻഫിനിറ്റിയിൽ നിന്ന് ഇതേപോലെ റേസ് വരുന്നു. ഒരു കോൺകേവ് ലെൻസിലാണെങ്കിലോ, എന്താ ഉണ്ടാവുക നോക്കാം. നേരെ ഇൻഫിനിറ്റിയിൽ നിന്ന് വരയ്ക്കുക, ഒരു കോൺകേവ് ലെൻസ് വരയ്ക്കുക. നോക്കിക്കോ, ഇവിടെ എത്തുന്നു, സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു, ഇങ്ങനെ ഡൈവേർജ് ആയി പോകും. അപ്പൊ നോക്കുമ്പോൾ എന്താണ്? ഇതെന്താണ്? ഒരു സ്പെറിക്കൽ വേവ് ഫ്രണ്ട് തന്നെ ആയിട്ടാണ് മാറുന്നത് അല്ലെ? ഇങ്ങനെ ഇതൊരു സ്പെറിക്കൽ വേവ് ഫ്രണ്ട് തന്നെ ആയിട്ടാണ് അപ്പോഴും എന്ത് ചെയ്യുന്നത്? ഇത് മാറുന്നത് ഒരു സ്പെറിക്കൽ വേവ് ഫ്രണ്ട് തന്നെ ആയിട്ടാണ് മാറുന്നത്. ഓക്കെ അല്ലെ? ഇത് സിമ്പിൾ കാര്യങ്ങളല്ലേ? അല്ലേ? ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് എന്തായി മാറും? ഒരു സ്പെറിക്കൽ വേവ് ഫ്രണ്ട് തന്നെ ആയിട്ട് മാറും. അടുത്തൊരു ക്വസ്റ്റ്യൻ കൊണ്ട് തരാം. നോക്കിക്കോ, ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്നു. എന്താണ്? ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്നു, ഒരു പ്രിസത്തിന്റെ മേലെ കയറുന്നു. പ്രിസത്തിന്റെ മേലെ കയറി കഴിഞ്ഞാൽ അവരുണ്ടാകുന്ന വേവ് ഫ്രണ്ട് ഏതാണെന്ന് ചോദ്യം വരും. നോക്കാം. ആദ്യം ഞാൻ എന്ത് ചെയ്തു? ഒരു പ്രിസം വരയ്ക്കുന്നു.
ഞാനൊരു പ്രിസം വരയ്ക്കും. എന്നിട്ട് നോക്കിക്കോട്ടോ. ഇങ്ങനെ ഇതാ ലൈറ്റ് റേസ് വരുന്നു, ഇവിടേക്ക് സ്പ്ലിറ്റ് ആവുന്നു, വീണ്ടും ഇങ്ങോട്ടേക്ക് പോകുന്നു, വീണ്ടും ഒരു ലൈറ്റ് റേ വരുന്നു, അതേപോലെ തന്നെ വരുന്നു, ഇങ്ങോട്ടേക്ക് തന്നെ പോകും, അതേപോലെ ഇങ്ങനെ ഒരു മൂന്നാമത്തെ ഒരാൾ വരുന്നു, ഇങ്ങനെ തന്നെ പോകും. ഞാനിവിടെ നോക്കുമ്പോൾ ഇതും ഇൻഫിനിറ്റിയിലത്തെ ഇതും പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ്. ഇതിനും ചേഞ്ച് ഉണ്ടോടാ? ഇല്ല, ഇതും എന്താണ്? പ്ലെയിൻ വേവ് ഫ്രണ്ട് തന്നെയാണ്. അപ്പൊ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് വന്നിട്ട് പ്രിസത്തിലൂടെ കടന്നു പോയാല് അവിടെ ഉണ്ടാകുന്ന എന്ത് തന്നെയാണ്? ദാറ്റ് വിൽ ബി എ പ്ലെയിൻ വേവ് ഫ്രണ്ട് തന്നെയാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ അല്ലെ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഈ ക്ലാസ്സിലൂടെ നമ്മൾ മെയിൻ ആയിട്ട് എന്ത് ചെയ്യും? ചോദിക്കാൻ പറ്റുന്ന മാക്സിമം ചോദ്യങ്ങളിലൂടെ കടന്നു പോകും. ഓക്കെ അല്ലെ? ഉത്തരങ്ങളിലൂടെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടെങ്കിലും കുട്ടികൾക്ക് ഞാൻ പറഞ്ഞിട്ടായിരിക്കും കടന്നു പോകും. ഓക്കെ അല്ലെ? ഷോർട്ട് ക്വസ്റ്റ്യൻ അല്ല, ഷോർട്ട് എന്താ പറയാ, ഒരു ആൻസർ പോലെയെങ്കിലും ഞാൻ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ കടന്ന് പെട്ടെന്ന് പഠിച്ച് പോവുക. ഓക്കെ അല്ലെ? എന്നാൽ അടുത്തതിലേക്ക് പോയാലോ? എന്താ അടുത്ത ഹ്യൂഗൻസ് തിയറിയാണ്. ഓക്കെ അല്ലെ? ഹ്യൂഗൻസ് തിയറി ഒന്നും പഠിക്കാനല്ല, ജസ്റ്റ് ഈ കാര്യം മാത്രം കുട്ടികൾ നോക്കി പഠിക്കുക. എന്ത്? ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻസ് പോളറൈസേഷൻ. ഇതാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. പക്ഷെ നമുക്ക് പറഞ്ഞു എന്താണ് ഹ്യൂഗൻസ് തിയറി? പറഞ്ഞു ലൈറ്റ് ഈസ് എ മെക്കാനിക്കൽ വേവ് ആണ്. ഒരു വേവ് ആണ് ലൈറ്റ് എന്ന് ആര് പറഞ്ഞു? ഹ്യൂഗൻ പറഞ്ഞു. അതിനൊരു റിക്കേർഷൻ മീഡിയം എന്ന് പറഞ്ഞു. ഓക്കെ അല്ലെ? എന്നിട്ട് പറഞ്ഞു അതിന് എന്തിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയെന്ന് അറിയാം. അത് എന്ത് ചെയ്തു? റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി, ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്താ പറയാൻ പറ്റി, ലോസ് ഓഫ് റിഫ്രാക്ഷൻ പറയാൻ പറ്റി, ഇന്റർഫറൻസ് കാണിക്കുന്നത് ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ? ഹ്യൂഗന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി, ഡിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ. പക്ഷെ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ദാറ്റ് ഈസ് ദ പോളറൈസേഷൻ. അപ്പൊ അതൊന്നായിരിക്കും മിക്കവാറും ചോദിച്ചു വെക്കാം. ഓക്കെ, അത് മാത്രം നോക്കിക്കൊണ്ട് പോവാം. ഹ്യൂഗൻസ് തിയറി കാനോട്ട് എക്സ്പ്ലെയിൻ പോളറൈസേഷൻ. ഓക്കെ, അടുത്തോട്ട് പോവാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? അടുത്ത് ഇനി ഹ്യൂഗൻസ് തിയറി എന്താണ് പറയുന്നതെന്നാണ്. അതായത് ഇപ്പൊ നമ്മള് എന്താ പറയാ, നമ്മളിപ്പോ ഒരു സോഴ്സ് എന്താ പറയാ, ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യത്തെ നമ്മൾ സോഴ്സ് എന്ന് പറഞ്ഞു അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ സോഴ്സ് സ്പ്രെഡ് ചെയ്ത് പോകുന്നത് എങ്ങനെയാണ്? ഓക്കെ, ഫസ്റ്റ് ഒരു പ്രൈമറി ഒരു വേവ് ഫ്രണ്ട് എല്ലായിടത്തും ഉണ്ടായി എന്ന് വിചാരിക്കാം. എന്നാലും ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്ന ആളോ അതിനപ്പുറത്തുള്ള ആളും കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവനിൽ നിന്ന് അവനിലേക്ക്, ഇപ്പൊ എന്റെ ഫ്രണ്ടിൽ 5 മീറ്റർ അകലത്തിൽ ആള് നിൽക്കുന്നത്, 10 മീറ്റർ അകലത്തിൽ വേറൊരു ആള് നിൽക്കുന്നുണ്ട്. ഈ 5 മീറ്റർ അകലത്തിലുള്ള ആളും 10 മീറ്റർ അകലത്തിലുള്ള ആളും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഓക്കെ ആണോ? അപ്പൊ ഇവിടെ നിന്ന് എങ്ങനെയാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോയത് എന്ന് പറയുന്നതാണ് ഈ പ്രിൻസിപ്പിൾ, ഈ തിയറി എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഇങ്ങനെയെന്ന് പറഞ്ഞാൽ എവറി പോയിന്റ് ഓൺ എ വേവ് ഫ്രണ്ട്. ഒരു വേവ് ഫ്രണ്ട് എടുത്താൽ നോക്കിക്കോട്ടെ, ഒരു വേവ് ഫ്രണ്ട് ഞാൻ എടുത്തു എന്ന് വിചാരിക്കാം. ഒരു വേവ് ഫ്രണ്ട് ഞാൻ എടുത്താല് അതിലെ ഓരോ പോയിന്റും കണ്ട, അതിലെ ഓരോ ഇതിപ്പോ എന്റെ ഒരു വേവ് ഫ്രണ്ട് ആണെന്ന് കരുത കുട്ടികൾ കേട്ടാ. അതിലെ ഓരോ പോയിന്റും കണ്ടോ, ഓരോ പോയിന്റും ആക്ട് ആസ് എ സോഴ്സ് ഓഫ് സെക്കൻഡറി ഡിസ്റ്റർബൻസ് എന്നാ പറയാം. ഈ ഓരോ വേവ് ഫ്രണ്ട്, ഇത് ഓരോ പോയിന്റും ഇല്ലേ സെക്കൻഡറി ഡിസ്റ്റർബൻസ് ആയി ആക്ട് ചെയ്തിട്ട് എന്തുണ്ടാവും? സെക്കൻഡറി വേവ്ലെറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യും. കണ്ട, ഇവൻ എന്ത് ചെയ്യും? ഇങ്ങനെ സെക്കൻഡറി വേവ്ലെറ്റുകൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇവരാണ് പിന്നെ എന്ത് ചെയ്യുക? പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവുക. ഓക്കെ, എവറി പോയിന്റ് ഓൺ എ വേവ് ഫ്രണ്ട് ആക്ട് ആസ് എ സോഴ്സ് ഓഫ് സെക്കൻഡറി ഡിസ്റ്റർബൻസ് വിച്ച് എമിറ്റ് ദെയർ ഓൺ വേവ്ലെറ്റ്. ആ വേവ്ലെറ്റിനെ എന്ത് വിളിച്ചു? സെക്കൻഡറി വേവ്ലെറ്റ് എന്ന് വിളിച്ചു. സെക്കൻഡറി വേവ്ലെറ്റ് സ്പ്രെഡ് ഇൻ ഓൾ ഡയറക്ഷൻ എക്സെപ്റ്റ് ബാക്ക്വേർഡ്. ബാക്ക്വേർഡ് ഒഴികെ ബാക്കി എല്ലാ ഡയറക്ഷനിലും എന്ത് ചെയ്യും? സെക്കൻഡറി വേവ്ലെറ്റുകൾ പോകും. ഇത് സ്പീഡ് ഓഫ് വേവ്. കോമൺ ടാൻജന്റ് ഓഫ് ആർക്ക് ഓഫ് ഫോർവേഡ് ഡയറക്ഷൻ ഗീവ്സ് ന്യൂ വേവ് ഫ്രണ്ട്. ഇത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഈ കാര്യം സെറ്റ് ആയില്ലേ? അടുത്തതിലേക്ക് പോകാം. എന്താ അടുത്ത കാര്യം? കൺസെപ്റ്റ് ഓഫ് കൊഹറന്റ് സോഴ്സ്. കൊഹറന്റ് സോഴ്സിനെ കുറിച്ചാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പൊ കൊഹറന്റ് സോഴ്സ് നമുക്ക് നോക്കാം. എന്താ കൊഹറന്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ നോക്കിയാലോ, രണ്ട് സോഴ്സ് ഞാൻ എടുത്താൽ രണ്ട് സോഴ്സിന്റെയും സോഴ്സസ് ഓഫ് സെയിം വേവ് ലെങ്ത് ആണ് അവർക്ക് ഉണ്ടാവേണ്ടത്. ഓക്കെ അല്ലേ? സെയിം വേവ് ലെങ്ത് ആയിരിക്കണം. വേവ് ലെങ്ത് സെയിം ആണെങ്കിൽ എന്ത് സെയിം ആയിരിക്കും? ഫ്രീക്വൻസി സെയിം ആയിരിക്കും. കാരണം എന്താ? ഒമേഗ = 2πf അല്ലേ? ഓക്കെ അല്ലെ? അപ്പൊ സെയിം വേവ് ലെങ്ത് ആൻഡ് സെയിം ഫ്രീക്വൻസി കൂടെ ആയിരിക്കണം അവർക്ക്. ഓക്കെ അല്ലെ? വേവ് ലെങ്ത് സെയിം ആണ്, ഫ്രീക്വൻസി സെയിം ആയിരിക്കും. ആൻഡ് അത് കൂടാതെ ഹാവിങ് എ സെയിം ഓർ ഹാവിങ് എ കൺസ്റ്റന്റ് ഓർ സീറോ ഫേസ് ഡിഫറൻസ്. ആ ഒരു ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒന്നിലും കോൺസ്റ്റന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ സീറോ ആയിരിക്കണം, വേരിയബിൾ ആവാൻ പാടില്ല. ഓക്കെ അല്ലെ? സീറോ ഫേസ് ഡിഫറൻസ്. ഇങ്ങനെയുള്ളവരെ എന്ത് വിളിച്ചു? ഞാൻ കൊഹറന്റ് സോഴ്സ് എന്ന് വിളിച്ചു. അവരുടെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആവണമെന്ന് നിർബന്ധമില്ല. ഇമ്പോർട്ടന്റ് പോയിന്റ്. ഓക്കെ അല്ലെ? ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവർ വേവ് ലെങ്ത് സെയിം ആയിരിക്കണം. വേവ് ലെങ്ത് സെയിം ആണെങ്കിൽ അവരുടെ ഫ്രീക്വൻസി സെയിം ആയി പോകും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നില്ലെങ്കിൽ സീറോ ഫേസ് ഡിഫറൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക കൺസ്റ്റന്റ് ആയിട്ടുള്ള ഫേസ് ഡിഫറൻസ് ആയിരിക്കണം, വേരിയബിൾ ആവാൻ പറ്റത്തില്ല. ഓക്കെ അല്ലെ? ആംപ്ലിറ്റ്യൂഡ് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ. ഓക്കെ, നിർബന്ധമില്ല സെയിം ആവണം. ഓക്കെ അല്ലെ? അപ്പോൾ കൊഹറന്റ് സോഴ്സ് എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സൂപ്പർ പൊസിഷൻ. കൺസെപ്റ്റ് ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് നോക്കുന്നത്. സൂപ്പർ പൊസിഷനും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇന്റർഫറൻസും ആയിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നോക്കാം. എന്താ നോക്കേണ്ടതെന്ന് അറിയോ?
ഞാൻ നോക്കിക്കോട്ടോ, രണ്ട് വേവ് എടുത്തേ. ഈ ഒരു പോയിന്റിൽ ഒരു വേവ് വരും, അതേപോലെ തന്നെ ഈ ഒരു പോയിന്റിലേക്ക് ഒരു വേവ് വരും, അടുത്ത ഒരു പോയിന്റിലേക്ക് ഈ ഒരു വേവ് വരുന്നു, ആ പോയിന്റിലേക്ക് തന്നെ അടുത്തൊരു വേവ് വരുന്നു. നോക്കണേ, ഇങ്ങനെ ഒരു വേവ് വരുന്നു. ഓക്കെ അല്ലേ? തിരിച്ചെഴുതാം, ഇങ്ങനെ വന്ന് ഓക്കെ, ഈ ഒരു പോയിന്റിലേക്ക് ഈ വേവ് വരുന്നു. ഓക്കെ അല്ലേ? ഇവരുടെ വൈ നെറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഇതിന് 3 സെന്റിമീറ്റർ മേലേക്ക് പോകാനാണ് ആഗ്രഹം, ഇവൻ 5 സെന്റിമീറ്റർ താഴേക്ക് പോകാനാണ് ആഗ്രഹമെങ്കിൽ ഇവൻ മൊത്തമായിട്ട് എങ്ങനെ പോകും? y1 + y2 അടിക്കുക. അതായത് ഇതിന്റെ നെഗറ്റീവ് വരും, താഴത്തെ നെഗറ്റീവ് വരും. അപ്പൊ എന്ത് വരും? 2 സെന്റിമീറ്റർ അടിയിലോട്ട് പോകും. അതേപോലെ ഇവന് 10 സെന്റിമീറ്റർ അടിയിൽ പോകാനാണ് ആഗ്രഹം, ഇവന് 3 സെന്റിമീറ്റർ മേലോട്ട് പോകാനാണെങ്കിൽ -7 അതിൽ അടിയിലോട്ട് പോകും, 7 സെന്റിമീറ്റർ അടിയിലോട്ട് പോകും. ഇതാണ് y1 + y2 എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നോക്കാം. y1 എന്ന് പറഞ്ഞാൽ a1 sin ωt + kx1 ആക്കി എന്ന് വിചാരിക്കുക. അതായത് ഇപ്പൊ ഈ ഒരു പൊസിഷനിലേക്ക് ഇങ്ങനെ ഒരു വേവ് എത്തുന്നുണ്ട്, ഇങ്ങനെ ഒരു വേറൊരു വേവ് എത്തുന്നുണ്ട്. ഇത് x1 ഡിസ്റ്റൻസിൽ വരുന്ന y1 വേവ് തന്നെ ഞാൻ എഴുതി. ഇത് y2 എന്ന് പറയുന്ന വേവ്, അതിന്റെ x2 എന്ന് എഴുതിയാലും നോക്കിക്കോട്ടെ, x2 എന്ന് എഴുതി. ആ പോയിന്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ എങ്ങനെ y1 = a1 sin ωt + kx1 + y2 = a2 sin ωt + kx2 എന്ന് എഴുതിയില്ലേ? ഇതിന്റെ വൈനെറ്റ് എങ്ങനെയാണ്? വൈനെറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ? രണ്ടും കൂടി ആഡ് ചെയ്ത് a1 sin ωt + kx1 + a2 sin ωt + kx2 എന്നാണ് വൈനെറ്റ് ആയിട്ട് വരിക. ഇനി നമുക്ക് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു കാര്യം കണ്ടുപിടിക്കാനുണ്ട്. ഇതിൽ ഈ രണ്ട് കാര്യത്തിലും ഇതാണ് ഇവന്റെ ഫേസ് എന്ന് പറയുന്നത്, അല്ലെ? ഈ ഒരു കാര്യമാണ് ഇവന്റെ ഫേസ് എന്ന് വരുന്നത്. അപ്പൊ ഫേസ് ഡിഫറൻസ് പറഞ്ഞാലോ അത് രണ്ടും മൈനസ് ചെയ്യാം. ഓക്കെ, ഞാൻ മൈനസ് ചെയ്യാൻ പോവാണ്. നോക്കിക്കോട്ടോ, ωt + kx2 - ωt + kx1 ഞാൻ എന്ത് ചെയ്തു? മൈനസ് ചെയ്യാൻ പോവുകയാണ്. അതാണ് എന്റെ ഫേസ് എന്ന് പറയുന്നത്, ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ωt + kx2 - ωt - kx1 എന്ന് വന്നില്ലേ? ωt ക്യാൻസൽ ആയി പോയി, k × x2 - x1 എന്ന് വന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതിക്കൂടെ? എങ്ങനെ എഴുതാൻ പറ്റും? എനിക്ക് എഴുതാൻ പറ്റും phi = k × Δx എന്ന് വന്നില്ലേ? ഓക്കെ അല്ലേ? ഈ phi എന്ന് പറയുന്നത് നോക്കണേടാ, ഈ k എന്ന് പറയുന്നതാണ് നമ്മളുടെ വേവ് നമ്പർ, ദാറ്റ് ഈസ് 2π/λ. അപ്പൊ phi = 2π/λ × Δx എന്ന് പറയും. ഇമ്പോർട്ടന്റ്, വെരി 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 ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ഇത്. ഓക്കെ അല്ലേ? വെരി 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 ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ് ഇത്. ഓക്കെ അല്ലേ? phi = 2π/λ × Δx. Δx എന്ന് പറഞ്ഞാൽ ഫേസ് ഡിഫറൻസ്. ഇതിന്റെ വേർഡ്സിന്റെ ടൈമിൽ എഴുതുമ്പോൾ നോക്കിക്കോളാം, വേർഡ്സിന്റെ ടൈമിൽ എഴുതാൻ പോകാൻ ഫേസ് ഡിഫറൻസ് = 2π/λ × പാത്ത് ഡിഫറൻസ് അല്ലേ? ഇങ്ങനെയല്ലേ എഴുതാൻ പറ്റുക? ഈ ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫേസ് ഡിഫറൻസ് പറഞ്ഞാൽ phi, 2π/λ എന്ന് പറഞ്ഞാൽ എന്റെ k വേവ് നമ്പർ, പാത്ത് ഡിഫറൻസ് പറഞ്ഞാൽ Δx. ഓക്കെ അല്ലേ? ഇതാണ് നമുക്ക് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി പഠിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഫേസ് ഡിഫറൻസ് = 2π/λ × പാത്ത് ഡിഫറൻസ്. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്തോട്ട് പോകും. എന്താ അടുത്ത കാര്യം ഇവിടെ പറയുന്നത്? ഓക്കെ, ഇനി അതിന്റെ ആംപ്ലിറ്റ്യൂഡുകളെ കുറിച്ച് പറയാൻ പോകണേ. രണ്ട് വേവിന്റെ, ഒരു വേവ് ഇങ്ങോട്ടേക്കും ഒരു വേവ് അങ്ങോട്ടേക്കാണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് വിച്ച് ഇസ് ഗിവൺ ബൈ ദ ഇക്വേഷൻസ് AR², A റിസൾട്ടന്റ് സ്ക്വയർ. ഇതാണ് ആംപ്ലിറ്റ്യൂഡ്. A റിസൾട്ടന്റ് ഇത് A1 ക്യാപ്സിൽ എഴുതിയിരുന്നുള്ളൂ, അല്ലേ? ഇത് A1, അത് A2, അത് A റിസൾട്ടന്റ്. A റിസൾട്ടന്റ് ഈസ് ഗിവൺ ബൈ A1² + A2² + 2A1A2 cos phi. ഇനി tan θ, ഇതാണ് θ വരിക. ഓക്കെ അല്ലേ? ഈ θ, ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ A2 sin phi / A1 + A2 cos phi. ഓക്കെ അല്ലേ? A2 sin phi / A1 + A2 cos phi ചെയ്താൽ അതും കിട്ടും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്തോട്ട് പോലെ എന്താ അടുത്ത കാര്യം നോക്കിയാലോ? എന്താ? ഇന്റൻസിറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താണ് അടുത്ത് പറയാൻ പോകുന്നത്? ഇന്റൻസിറ്റിനെ കുറിച്ചാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഇന്റൻസിറ്റി നമ്മൾ നോക്കണേടാ, നോക്കിക്കോട്ടോ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ തന്നിട്ട്, ദാറ്റ് ഈസ് 2πf² A² ρv. ഓക്കെ അല്ലെ? 2πf² A² ρv. അതിൽ f ഫ്രീക്വൻസി, a എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ്, റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി, v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. നമ്മൾ സപ്പോസ് ഞാൻ എന്ത് ചെയ്തു? കൊഹറന്റ് സോഴ്സ് എടുത്തു. കൊഹറന്റ് സോഴ്സ് എടുത്താൽ എന്തൊക്കെ സെയിം ആവും പറയും? എന്റെ ഫ്രീക്വൻസി ഒമേഗ സെയിം ആണ് അല്ലെ? ഒമേഗ സെയിം ആണ്, അതുകൊണ്ട് തന്നെ എന്താ ഈ ഫ്രീക്വൻസി സെയിം ആയി പോകും. ഓക്കെ അല്ലെ? കൊഹറൻസ്. ഇനി ഡെൻസിറ്റിയും വെലോസിറ്റിയും സെയിം ആവും, ബിക്കോസ് ദ മീഡിയം ഈസ് സെയിം. മീഡിയം സെയിം ആയ കാരണം ഡെൻസിറ്റിയും വെലോസിറ്റിയും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എനിക്ക് എഴുതിക്കൂടെ I = എന്ത് ഞാൻ എഴുതാണ്? ഇതിനൊരു എന്തെങ്കിലും ഒരു ഇത് കൊടുക്കാം, k എന്ന് കൊടുത്തു, KA² എന്ന് എഴുതിക്കൂടെ. ബാക്കി ഇത് കോൺസ്റ്റന്റ്, ഇത് കോൺസ്റ്റന്റ്, ഇത് കോൺസ്റ്റന്റ്, ഇത് കോൺസ്റ്റന്റ്, ഇത് കോൺസ്റ്റന്റ്. അപ്പൊ അതിൽ ആകെ വേരിയബിൾ ആയിട്ട് വരുന്നത് A² മാത്രം, ദാറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ എനിക്ക് I = KA² ഞാൻ എഴുതി. ഇനി നോക്കണേടാ,
ഇനി ഒരു കാര്യം ചെയ്തു തരാൻ പോവാണ്, നോക്കിക്കോട്ടോ. ഇവിടെ ഞാൻ എന്ത് എഴുതാൻ പോകുന്ന നോക്കിക്കോ. നമ്മൾ നേരത്തെ പഠിച്ച AR² ഈക്വൽ ടു A1² പ്ലസ് A2² പ്ലസ് 2A1A2 cos 5 എന്നല്ലേ നമ്മൾ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് പഠിച്ചത്. ഇത് ഞാൻ ഇന്റർഫറൻസ് ഇന്റൻസിറ്റിയുടെ ടൈമിൽ ഇന്റർഫറൻസിന്റെ ടൈമിൽ എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും നോക്കിയാലോ, നോക്കിക്കോട്ടെ. എന്താണ് ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാല് അത് രണ്ട് കോഹറന്റ് സോഴ്സിന്റെ ഇന്റൻസിറ്റി ആഡ് ചെയ്താൽ അത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്, അത് എന്താ പറയാ ഡൗൺ ആയി പോയാൽ അത് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. അതൊക്കെ അറിയില്ല കുട്ടികൾക്ക്, അപ്പുറത്ത് പറഞ്ഞുതരാം, അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്, അത് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ഇന്റർഫറൻസ് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡപ്പ് ആവണം, അല്ലെങ്കിൽ എന്താ ഡിലീറ്റ് ആയി പോകണം, എന്തിന്റെ ഒന്നിൽ മൈനസ് ആയി പോകണം, എന്തിന്റെ ഇന്റൻസിറ്റി ഓഫ് രണ്ട് വേവ്സിന്റെ, ഓക്കെ, രണ്ട് സോഴ്സസിന്റെ ഇന്റൻസിറ്റിനെ കുറിച്ചുള്ള പരിപാടിയാണ് റിഫറൻസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, റിസൾട്ടിന് അതിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ എഴുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു നോക്കിയോട്ടോ. I ഈക്വൾ ടു KA². അപ്പൊ IR എന്ന് പറഞ്ഞാൽ എന്താ, K ഇൻറ്റു AR² അല്ലേ വരിക. അങ്ങനെയാണെങ്കിൽ I1 എന്ന് പറഞ്ഞാൽ എന്താ, K ഇൻറ്റു A1² അല്ലേ വരിക. I2 എന്ന് പറഞ്ഞാൽ എന്താ, K ഇൻറ്റു A2² അല്ലേ വരിക. ഇത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഈ മൂന്ന് കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്തു, ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. നോക്കല്ലേ, നോക്കിക്കോട്ടോ. AR² പകരം ഞാൻ എന്ത് കൊടുത്തു, AR² പകരം IR ഡിവൈഡഡ് ബൈ K എന്ന് കൊടുത്തു അല്ലെ. AR² ഈക്വൽ ടു ഇതിനെ കണ്ട് കൊണ്ടുവരിക, IR ബൈ K എന്നല്ലേ വരിക. ഈക്വൽ ടു A1² വരെ ഞാൻ എന്ത് കൊടുത്തു, I1 ബൈ K എന്ന് കൊടുത്തു. A2² വരെ ഞാൻ എന്ത് കൊടുത്തു, I2 ബൈ K എന്ന് കൊടുത്തു. പ്ലസ് ഇനി എന്താ, A1ഉം A2 ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ ഇങ്ങോട്ട് എടുത്താൽ നമുക്ക് റൂട്ട് വരും. 2 ഇൻറ്റു എടുത്തു റൂട്ട് ഓഫ് I1 ബൈ കെയും റൂട്ട് ഓഫ് I2 ബൈ കെയും പിന്നെ കോസ് 5. അങ്ങനെയല്ലേ വരിക. A1 എന്ന് പറഞ്ഞാൽ എന്താണ്, A1² ആണ് I1 ബൈ കെ. അപ്പൊ A1 എന്താ, റൂട്ട് ഓഫ് I1 ബൈ കെ. അങ്ങനെ I2 എന്താ, റൂട്ട് ഓഫ് I2 ബൈ കെ എന്ന് വരും. ഓക്കെ അല്ലെ. ഇനി ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഒരു കെ ഉണ്ട്, ഇവിടെ ഒരു കെ, ഇത് ഹോൾ ആയിട്ട് കളയും. ഈ കെയും പിന്നെ റൂട്ട് ഓഫ് കെയും കൂടിയിട്ട് കെ ആവും. അപ്പൊ ഇത് മൊത്തമായിട്ട് ഞാൻ എന്താ പറയാ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. എന്റെ റിസൾട്ടന്റ് ഇന്റൻസിറ്റി എനിക്ക് എങ്ങനെ കിട്ടും, IR ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് 2 റൂട്ട് I1 I2 കോസ് 5. പഠിക്കണം, ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഓക്കെ അല്ലെ, ഇത് ചോദിക്കും. ഓക്കെ, റിസൾട്ടന്റ് ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് 2 റൂട്ട് I1 I2 കോസ് 5 എന്ന് വരും. ഓക്കെ അല്ലെ, സെറ്റ് അല്ലേ. അടുത്തിലോട്ട് പോയാലോ. ഓക്കെ അല്ലെ, അടുത്തിലോട്ട് പോകാം. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും എന്താണെന്ന് അറിയാം. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് കുട്ടികൾ ഞാൻ ഒരു ഡയഗ്രാം വരച്ച് സിമ്പിൾ ആയിട്ട് കാണിച്ചിരുന്നു കേട്ടോ. ഇങ്ങനെ കേട്ടോ. ഇത് രണ്ട് വേവ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ് നടക്കുന്നതിൽ ഇവിടെ കാണിച്ചാൽ എന്താവും, രണ്ടും കൂടെ ആഡപ്പ് ആവും. അതേപോലെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ് നടക്കുന്നതെങ്കിൽ നോക്കൂ, ഇതാണ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതെന്താണ്, അതിങ്ങനെ പോകും. കാരണം എന്താ, രണ്ടും കൂടെ എന്താ പറയാ മൈനസ് ആയി പോകും. ഓക്കെ അല്ലെ, ഡിസ്ട്രക്ഷൻ നടന്നിട്ട് ഇല്ലാണ്ടായി പോകും. കൺസ്ട്രക്ഷൻ ആണെങ്കിൽ എന്താണ് ആഡപ്പ് ആയി പോകും. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ അല്ലെ, ഇത്രയേ ഉള്ളൂ കാര്യം കേട്ടോ. ഓക്കെ അല്ലെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിൽ നിന്ന് എന്തൊക്കെ ചോദിക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ അല്ലെ, അങ്ങനെയാണ് ഞാൻ പറയാൻ പോകുന്നത്. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിൽ കുട്ടികളെ ഞാൻ ഇപ്പൊ കാണിച്ചതല്ലേ, അവരുടെ ഇന്റൻസിറ്റി എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. കാരണം എന്താ, രണ്ടും കൂടി ആഡപ്പ് ആവുക ചെയ്യാം. അപ്പൊ ഞാൻ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് എഴുതുന്നത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിൽ എന്താണ്, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിലെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. ഓക്കെ അല്ലെ, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും. ഓക്കെ അല്ലെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതാൻ പോകണേ. IR ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് 2 റൂട്ട് I1 I2 കോസ് 5 എന്നല്ലേ ഞാൻ എഴുതുക. അങ്ങനെയാണെങ്കിൽ എന്റെ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ എന്താ, AR² ഈക്വൽ ടു A1² പ്ലസ് A2² പ്ലസ് 2A1 A2 കോസ് 5 എന്നല്ലേ വരിക. ഓക്കെ അല്ലെ, ഈ കാര്യം മനസ്സിലായില്ലേ. ഇത് കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് നോക്കട്ടെ, ഇവിടെ എനിക്ക് എന്താണ് മാക്സിമം കിട്ടണം. എനിക്ക് കിട്ടേണ്ടത് ഇവിടെ മാക്സിമം ആവണം അല്ലെ. അതായത് ഇതും എനിക്ക് മാക്സിമം ആണെങ്കിൽ ഈ കോസ് 5 ഒക്കെ മാക്സിമം ആണ്. കോസ് 5 എന്തായിരിക്കണം, മാക്സിമം ആയാലല്ലേ അല്ലെ, കോസ് 5ന്റെ മാക്സിമം ആയാലല്ലേ എനിക്ക് ഇന്റൻസിറ്റി മാക്സിമം ആയിട്ട് വരുള്ളൂ. അപ്പോൾ കോസ് 5 എന്താണ് മാക്സിമം എന്ന് അറിയണം. കോസ് 5യുടെ മാക്സിമം വാല്യൂ എത്രയാ, കോസ് 5യുടെ മാക്സിമം എത്ര, കോസിന്റെ സൈനിന്റെ മാക്സിമം വാല്യൂ 1 ആണ്. അപ്പൊ കോസ് 5 ഈക്വൽ ടു മാക്സിമം ആവണം. അതായത് അതിന്റെ വാല്യൂ 1ലേക്ക് എത്തണം. എപ്പോഴാണ് കോസ് 5 അല്ലെങ്കിൽ കോസ് 5 എപ്പോഴാണ് 1 ആവുമെങ്കിൽ 5 എന്തായിരിക്കണം, 5 ഒന്നില്ലെങ്കിൽ 0 ഡിഗ്രി ആവണം. 0 ഡിഗ്രി കഴിഞ്ഞിട്ട് അപ്പൊ 1 കേട്ടോ, 1. ഇനി 90 ഡിഗ്രിയിൽ അത് 0, 180 ഡിഗ്രിയിൽ -1. അങ്ങനെ തിരിച്ചിട്ട് 2π എത്തുമ്പോൾ 4π എത്തുമ്പോൾ 6π എത്തുമ്പോഴൊക്കെയാണ് കോസ് 5 മാക്സിമം ആയി വരുന്നുണ്ട്. അപ്പൊ എന്താണ്, 5 എന്തായിരിക്കണം, 0 ആയിരിക്കണം, അല്ലെ 2π ആയിരിക്കണം, അല്ലെ 4π ആയിരിക്കണം, 6π ആയിരിക്കണം. ഇത് ഞാൻ എഴുതാൻ പോകുന്നത് 5 ഈക്വൽ ടു 2nπ എന്ന് എനിക്ക് എഴുതി കൂടെ. എന്താ ഞാൻ അവിടെ എഴുതിയത്, 5 ഈക്വൽ ടു 2nπ. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് വരുമ്പോൾ എന്റെ ഫേസ് ഡിഫറൻസ് എന്റെ 5 എന്ന് പറയുന്നത്
ഫൈ എന്തായിരിക്കണം 2nπ ആയിരിക്കണം. ഓക്കെ, അതിന്റെ ഫേസ് എന്ന് പറയുന്നത് 2nπ, എന്റെ തീറ്റ എന്ന് പറയുന്നത് 2nπ ആയിരിക്കണം. കൊസിയിലെ തീറ്റ ഓക്കെ ആണോ? എന്റെ ഫേസ് ഡിഫറൻസ് 2nπ ആയിരിക്കണം. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് നോക്കിയോട്ടോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് പാത്ത് ഡിഫറൻസിന്റെ കാര്യമാണ്. ഡെൽറ്റ എക്സ് നമ്മൾ പഠിച്ചാണ്. ഡെൽറ്റ ഫൈ ഈക്വൽ ടു 2π ലാംഡ ഇൻറ്റു പാത്ത് ഡിഫറൻസ് എന്നല്ലേ നമ്മൾ നോക്കിയത് അല്ലെ? 2π ലാംഡ ഇൻറ്റു പാത്ത് ഡിഫറൻസ് അല്ലേ നമ്മൾ എഴുതിയത്? 2π ലാംഡ ഇൻറ്റു പാത്ത് ഡിഫറൻസ് തന്നെയാണ് നമ്മൾ എഴുതി. നോക്കിക്കോട്ടോ, അങ്ങനെയാണ് ഞാനിവിടെ എഴുതുന്നു എന്തെഴുതിയത്? ഡെൽറ്റ ഫൈ ഈക്വൽ ടു 2π ലാംഡ ഇൻറ്റു പാത്ത് ഡിഫറൻസ് എന്ന് ഞാൻ എഴുതി അല്ലെ? 2π ലാംഡ ഇൻറ്റു പാത്ത് ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തുണ്ട്? ഇവിടെ ഫൈ ഉണ്ട്. എന്താണുള്ളത്? ഫൈ ഇവിടെ നമുക്ക് ഓരോന്ന് കൊടുത്തിട്ട് ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പൊ ഡെൽറ്റ എക്സ് ഈക്വൽ ടു ഞാൻ എഴുതുന്നു ഡെൽറ്റ ഫൈ ഇൻറ്റു ലാംഡ ബൈ 2π. ഓക്കെ അല്ലെ? ഒന്നാമത്തെ കേസിൽ എങ്ങനെ വരും? ഒന്നാമത്തെ എന്താ വരിക നോക്കിക്കോട്ടോ. ഒന്നാമത്തെ ഡെൽറ്റ ഫൈ എന്തായിരുന്നു? 0 ആയിരുന്നു. 0 ആയപ്പോ എന്താണ്? മൊത്തം 0 ആയി പോയി. അപ്പൊ 0, ഒന്നാമത്തെ 0 വാല്യൂ. രണ്ടാമത് ഞാൻ എന്ത് കൊടുത്തു? ഈ ഫൈന് ഞാൻ കൊടുത്തു 2π കൊടുക്കണം. അപ്പൊ 2π ഇൻറ്റു ലാംഡ ബൈ 2π. അപ്പൊ എന്താ? 2π ക്യാൻസൽ ആയി പോയി, ലാംഡ വന്നു. അടുത്ത ഞാൻ കൊടുക്കാൻ പോകുന്നു എന്ത്? 4π. അപ്പൊ 4π ഇൻറ്റു ലാംഡ ബൈ 2π വരും. അപ്പൊ പൈ ക്യാൻസൽ 2 അപ്പൊ 2 ലാംഡ വന്നു. ഓക്കെ അല്ലെ? അടുത്ത് ഞാൻ കൊടുക്കാൻ പോകുന്നു 4π കഴിഞ്ഞാൽ 6π ഇൻറ്റു ലാംഡ ബൈ 2π. അപ്പൊ എന്ത് വരും? പൈ ക്യാൻസർ 3 ലാംഡ. അപ്പൊ എനിക്ക് എങ്ങനെ വരുന്നത്? 0 ലാംഡ 2 ലാംഡ 3 ലാംഡ ഇങ്ങനെയല്ലേ എനിക്ക് പോകുന്നത്. അപ്പൊ ഞാൻ ഇതിനെ എഴുതാൻ പോവാണ്. കുട്ടികൾ ശ്രദ്ധിച്ചോട്ടോ, ഞാൻ ഇതിനെ എഴുതാൻ പോവാണ്. ഡെൽറ്റ എക്സ് പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു n ലാംഡ എന്ന് ഞാൻ ഇവിടെ എഴുതാൻ പോവുകയാണ്. ഓക്കെ ആണോ? ഈ കാര്യങ്ങളാണ്, ഇത്രയും കാര്യങ്ങളാണ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിൽ നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ അല്ലെ? ഡെൽറ്റ എക്സ് ഈക്വൽ ടു n ലാംഡ എന്ന് പറയുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കേണ്ടത്. ഓക്കെ അല്ലെ? ഇനി ഇതിൽ n എന്താന്ന് ഞാൻ എഴുതി തന്നില്ല അല്ലെ? n എന്തായിരിക്കും? 0 1 2. ഓക്കെ, ഇവിടെ n എന്താണ്? 0 1 2 3 ഇങ്ങനെ പോവും. ഓക്കെ അല്ലെ? ഇങ്ങനെ പോവും, 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവും. ഓക്കെ അല്ലെ? ഇത്രയും കാര്യങ്ങൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിൽ മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നോക്കാൻ പോവുകയാണ്. സിമ്പിൾ കാര്യമാണ്. IR ഉം IMAX ഉം IR എന്താ? I മിനിമം ആയിരിക്കണം. അത്ര വേണ്ടല്ലോ. എന്താണ്? IR അല്ലെങ്കിൽ AR എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. അതിനാണ് ഞാൻ എന്ത് പറഞ്ഞത്? ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ പോകുന്നു? എന്റെ എന്ത് വേണം? കോസ് വൈ എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. കോസ് വൈ മിനിമം ആയി എന്ന് പറഞ്ഞാൽ എത്രയാ? അത് -1 അല്ലെ? 0 ആണോ? അല്ല. പയ്യിൽ എന്താണ്? പൈ വരുമ്പോൾ അത് -1 ആവും ഞാൻ പറഞ്ഞു. ഓക്കെ അല്ലെ? അപ്പൊ അത് -1 പോകണം. അപ്പൊ എന്റെ ഫൈ എത്രയായിരിക്കണം? ഒന്നില്ലെങ്കിൽ π ആയിരിക്കണം, അല്ലെങ്കിൽ 3π ആയിരിക്കണം, അല്ലെങ്കിൽ 5π ആയിരിക്കണം, അല്ലെങ്കിൽ 7π ആയിരിക്കണം. ഓക്കെ അല്ലെ? ഈ കാര്യം, അതായത് ഇവിടെയാണ് മാക്സിമം. അത് 1. ഇവിടെ എത്തുമ്പോ 0, ഇവിടെ എത്തുമ്പോ -1, ഇവിടെ എത്തുമ്പോ വീണ്ടും 0, ഇവിടെ എത്തുമ്പോ എന്താ? വീണ്ടും 1. അപ്പൊ ഈ ഒരു ഭാഗം, അതായത് π കണ്ട, ഈ π ഇനി ഇവിടെ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇത് എത്ര? +π. അപ്പൊ π + 2π, അപ്പൊ 3π. ഇനി 3π വീണ്ടും ഒരു π, അപ്പൊ 5π. അങ്ങനെ കൂടി കൊണ്ടുവരിക. ഇങ്ങനെയാണ് ഈ സാധനം കിട്ടുന്നത്. ഓക്കെ അല്ലെ? ഇങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ അല്ലെ? അപ്പൊ എന്തൊക്കെയാണ്? π 3π 5π 7π ഇങ്ങനെ പോകും. ഓക്കെ അല്ലെ? ഇനി അപ്പൊ എനിക്ക് എന്റെ ഫൈക്ക് എനിക്ക് വേണമെങ്കിൽ എന്റെ ഫൈ ഈക്വൽ ടു നോക്കിക്കോട്ടോ 2n - 1 ഇൻറ്റു പൈ എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, 2n - 1 ഇൻറ്റു പൈ വേർ n ഈക്വൽ ടു, ഇവിടെ n ഈക്വൽ ടു 1 2 3 ആണ്. ഇവിടെ 0 ഇല്ല. ഇവിടെ 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താവും? 2 × 0 - 1 -π ആയി പോകും. അത് നമുക്ക് വേണ്ട അല്ലെ? ഇവിടെ 1 കൊടുത്താലോ 2 - 1 ഇൻറ്റു പൈ വരും. ഓക്കെ അല്ലെ? ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഓക്കെ അല്ലെ? സിമ്പിൾ കാര്യങ്ങൾ. അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഡെൽറ്റ എക്സ് പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഡെൽറ്റ എക്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ച്? ഡെൽറ്റ ഫൈ ഇൻറ്റു ലാംഡ ബൈ 2π കിട്ടണം. അപ്പൊ ഫൈ ഓരോ നീശം കൊടുക്കൂ. ആദ്യം ഫൈ എത്രയായിരുന്നു? π ആയിരുന്നു. അപ്പൊ π ഇൻറ്റു ലാംഡ ബൈ 2π എടുത്താൽ എനിക്ക് ഇത് കിട്ടും. ലാംഡ ബൈ 2 വന്നു ഫസ്റ്റ്. ഇനി ഫസ്റ്റ് വന്നു ലാംഡ പൈ. അടുത്ത് ഞാൻ കൊടുക്കാൻ പോകുന്നു എന്താണ്? 3π കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ 3π ഇൻറ്റു ലാംഡ ബൈ 2π വന്നാൽ എങ്ങനെ വരിക? π ക്യാൻസൽ ആയി പോയി, 3 ലാംഡ ബൈ 2 വന്നു. അടുത്ത എന്താ ഞാൻ കൊടുക്കും? 5π ഇൻറ്റു ലാംഡ ബൈ 2π കൊടുത്താൽ എനിക്ക് എങ്ങനെ വരും? π ക്യാൻസൽ ആയി പോയാൽ 5 ലാംഡ ബൈ 2 വന്നു. ഓക്കെ അല്ലെ? 5 ലാംഡ ബൈ 2 വന്നു. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? എനിക്ക് എങ്ങനെ ഇവരെ ഒരു ഇക്വേഷൻ പോലെ എഴുതാൻ പറ്റും നോക്കിക്കോളെ. കുട്ടികൾ ശ്രദ്ധിച്ചോട്ടോ, ഞാൻ എഴുതുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ എഴുതാൻ പോവാണ്. ഡെൽറ്റ എക്സ് ഈക്വൽ ടു ലാംഡ ബൈ 2π ഇൻറ്റു ലാംഡ ബൈ 2 delta x equal to lambda by 2 into 2n minus 1 where n equal to ഇതേപോലെ 1 2 3 4 ഓക്കെ അല്ലെ?
ഇത്രയും കാര്യങ്ങളാണ് കുട്ടികളെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്നും അതേപോലെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്നും ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലെ? ഈ രണ്ട് കാര്യങ്ങൾ സെറ്റായോ? ഈ രണ്ട് കാര്യങ്ങൾ സെറ്റായോ എങ്കിൽ അടുത്തൊരു കാര്യത്തിലേക്ക് പോവാം. അടുത്തൊരു കാര്യം നോക്കാം, എന്താ ഇനി പഠിക്കാനുള്ളത് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളാണ്. എടാ പറഞ്ഞുതരാം, എടാ നോക്കിക്കോട്ടോ. നമ്മുടെ കോസ് ഫൈവ്, ഇപ്പൊ നമ്മുടെ കോസ് ഫൈവ് 1 ആണെങ്കിൽ ഐ എന്താണ്, ഐ മാക്സിമത്തിലോട്ട് പോകുന്നു പറഞ്ഞു. ദാറ്റ് വിൽ ബി ഐ മാക്സിമം ഈക്വൽ ടു I1 + I2 + 2 √ I1 I2 കോസ് ഫൈവ് ഉണ്ടായിരുന്നു. കോസ് ഫൈവ് 1 ആയ കാരണം അത് അങ്ങോട്ട് പോയി 1 ആയി പോയി. അപ്പൊ എനിക്ക് എഴുതാം എന്റെ ഐ മാക്സ് ഈക്വൽ ടു √I1 + √I2 ദ ഹോൾ സ്ക്വയർ. ഇത് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയൊക്കെ A+B ദ ഹോൾ സ്ക്വയർ ആയിട്ട് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയൊക്കെ അപ്പൊ കുട്ടികൾക്ക് ഈ ഒരു ഇത് ഇങ്ങനെ കിട്ടും. ഓക്കെ അല്ലെ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ ഐ മാക്സിന് എന്ത് എഴുതി, √I1 + I2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി, √I1 + √I2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഇനി എപ്പോഴാണ് മിനിമം വരിക? മിനിമം വരിക നമ്മൾ പഠിച്ചു കോസ് ഫൈവ് -1 വരുമ്പോഴാണ്. അപ്പൊ എന്താ വരിക, I1 + I2 - 2 √ I1 I2 കോസ് ഫൈവ് ആയിരുന്നു, അത് -1 ആയ കാരണം കോസ് ഫൈവ് -1 ആയ കാരണം ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നു. ഇതെങ്ങനെ വരിക? ഇതെന്താ, ഇത് A - B ദ ഹോൾ സ്ക്വയർ ആണ് എന്നുള്ളത് കുട്ടികളെ അയക്കാം. എ എന്താണ്, √I1, B എന്താണ്, √I2 ആണ്. ഓക്കെ, ഇത് ചെയ്ത് നോക്കുമ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യും, I1 + I2 - 2 √ I1 I2 കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഐ മിനിമം കിട്ടി. എന്താണ്, √I1 - √I2 ദ ഹോൾ സ്ക്വയർ. എപ്പോഴും സ്റ്റിക്ക് ടു ദിസ് ഈക്വേഷൻ. ഈ ഈക്വേഷൻ ചെയ്യാൻ ഇത് വെച്ചിട്ട്, ഈ രണ്ടെണ്ണം വെച്ചിട്ട് ചെയ്യാൻ കഴിയില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഇതിലേക്ക് പോവുക. ഓക്കെ, എപ്പോഴും ഇത് വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ അല്ലെ? ഇനി ഐ മാക്സ് ബൈ ഐ മിനിമം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇങ്ങനെ തന്നെ ചോദിക്കും നമ്മളോട്, ഇങ്ങനെ തന്നെ ഐ മാക്സ് ബൈ ഐ മിനിമം ചോദിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് √I1 + √I2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ √I1 - √I2 ദ ഹോൾ സ്ക്വയർ. ഇത് തന്നെ ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. സിമ്പിൾ കാര്യങ്ങളല്ലേ, സിമ്പിൾ കാര്യങ്ങളായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി എല്ലാം നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇനി ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. ഓക്കെ, അപ്പൊ എന്താ അതിൽ ചെയ്യാൻ പോകുന്നത്, when two coherent light source of same amplitude and intensity I0 AR² = ഇതാണ് രണ്ട് കോഹറന്റ് സോഴ്സ് എടുക്കാം. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്, ഇന്റൻസിറ്റി സെയിം ആണ്. അപ്പൊ അതിന്റെ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡും റിസൾട്ടന്റ് ഇന്റൻസിറ്റിയും ഒരു ഫോർമുല ഉണ്ട്, അത് പഠിക്കണം. ഓക്കെ, അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചോദിക്കാം. ഓക്കെ, ഇത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് അത് നോക്കാം എങ്ങനെയാണ് അത് എഴുതാൻ നോക്കാം. ആദ്യം തന്നെ ഇവിടെ A1 ഉം A2 ഉം A ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്നു AR² = A1 + A + A² + A², 2A² + 2A1 2A എന്ന് പറഞ്ഞാൽ 2A² cos 5. ഇത് എന്തുകൊണ്ട് എങ്ങനെ എഴുതിയത്, ഇതാണ് സംഭവം. A1 = A2 = A എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലെ? ഇനി ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ, ഈ 2A² ഞാൻ പുറത്തേക്ക് എടുക്കണം. 2A² × 1 + cos 5 എന്ന് ഞാൻ എഴുതി. ഓക്കെ അല്ലെ? 2A² × 1 + cos 5 = എന്റെ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ എന്ന് എഴുതി. ഇനി 1 + cos 5 എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ എഴുതുന്നു 2A² × 2 cos square 5/2 എന്ന് എഴുതി. കാരണം എന്താ, 1 + cos 5 എന്ന് പറഞ്ഞാൽ 2 cos square 5/2 ആണ്. അതാണ് എന്റെ AR². എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, AR-ന്റെ റൂട്ട് AR ആക്കണം. അപ്പൊ ഇവിടെ റൂട്ട് വരും, ഇപ്പുറത്ത് റൂട്ട് വരും. ദാറ്റ് ഈസ് 4A² cos square 5/2 എന്ന് വന്നു. അതിന് പുറത്തെ റൂട്ട് എടുക്കുമ്പോൾ 2, 4ന്റെ റൂട്ട് 2, A²ന്റെ റൂട്ട് 7, ഇത് cos square 5/2 അല്ലേ, അപ്പൊ അത് എത്ര, cos 5/2 എന്ന് വന്നു. ഓക്കെ അല്ലെ? റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ രണ്ട് കോഹറന്റ് സോഴ്സ് ആണെങ്കിൽ ഇങ്ങനെ വരും. ഓക്കെ, AR = 2A cos 5/2. ഇതല്ല പഠിക്കേണ്ടത്. ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയ കാര്യം പറഞ്ഞത്, ഇതിന്റെ ഇന്റൻസിറ്റി ആണ്. ഇന്റൻസിറ്റി പ്രൊപ്പോർഷണൽ A² എന്നല്ലേ. അപ്പൊ ഞാൻ എഴുതുന്നു ഇന്റൻസിറ്റി ഈക്വൽ ടു എന്ത് എഴുതും, 4 × A² cos square 5/2 എന്ന് തന്നെ എഴുതി. ഓക്കെ അല്ലെ? 4 × A² cos square 5/2 എന്ന് എഴുതും. ഇന്റൻസിറ്റി പ്രൊപ്പോർഷണൽ A². അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നു I = 4I0 cos square 5/2. ഓക്കെ, 4I0 cos square 5/2. ഓക്കെ അല്ലെ? ഈ ഫൈന് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ Δx ഒക്കെ വെച്ചിട്ട്, അതായത് 2π/λ × Δx ഒക്കെ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ചെയ്യാം. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ പഠിക്കേണ്ട രണ്ട് ഫോർമുലകൾ, പഠിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഇവിടെ ഇതും ഇതാണ് വെരി ഇമ്പോർട്ടന്റ് ആയ രണ്ട് കാര്യങ്ങൾ. ഓക്കെ അല്ലെ? ഈ രണ്ട് കാര്യങ്ങൾ കുട്ടികൾ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലെ? ഒന്നാമത്തെ AR എന്ന് പറഞ്ഞാൽ 2A cos 5/2, റിസൾട്ടന്റ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ 4I0 cos square 5/2 ആയിരിക്കും. ഓക്കെ അല്ലെ? ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലെ? നമുക്ക് അടുത്തതിലേക്ക് പോലോ. എന്താ അടുത്ത കാര്യം? ഓക്കെ, യങ്സ് ഡബിൾ സ്പ്ലിറ്റിലേക്ക് എത്തി. യങ്സ് ഡബിൾ സ്പ്ലിറ്റ് എക്സ്പെരിമെന്റിലേക്ക് നമ്മൾ ഹ്യൂഗൻസ് വേവ് നോക്കി, വേവ് ഫ്രണ്ടിന്റെ ക്വസ്റ്റ്യൻസ് നോക്കി, പിന്നെ ഇന്റർഫറൻസ് ഒക്കെ അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് യങ്സ് ഡബിൾ സ്പ്ലിറ്റ് കഴിഞ്ഞാൽ ഡിഫ്രാക്ഷൻ പഠിക്കും. ഡിഫ്രാക്ഷൻ കഴിഞ്ഞാൽ പോളറൈസേഷൻ പഠിച്ച് നമ്മൾ ആ ബ്രൂയിസേഴ്സ് ആംഗിൾസ് ഒക്കെ സെറ്റ് ചെയ്ത് അവിടുത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് ഈ പാഠം പെർഫെക്റ്റ് ആക്കി പോകും. ഓക്കെ അല്ലെ? അപ്പൊ നമുക്ക് യങ്സ് ഡബിൾ സ്പ്ലിറ്റ് എക്സ്പെരിമെന്റിലേക്ക് പോകാം.
ഓക്കെ അല്ലടാ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണെന്നറിയോ? യങ്സിന്റെ ഡബിൾ സ്പ്ലിറ്റ് എക്സ്പെരിമെന്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. YDSC എന്ന് പറഞ്ഞ കുട്ടികൾ എല്ലായിടത്തും കേട്ടിട്ടുണ്ടാവില്ലേ? YDSC എന്ന് പറഞ്ഞ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള എന്താണ് YDSC എന്നറിയോ? ലൈറ്റിന് ആദ്യം നമ്മളൊരു പാർട്ടിക്കൽ നേച്ചർ ആയിട്ടാണ് കണ്ടിരുന്നത്. അതിന് വേവ് നേച്ചർ ഉണ്ടെന്ന് തെളിയിച്ച ഒരു എക്സ്പെരിമെന്റ് ആണ് യങ്സ് ഡബിൾ സ്പ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ ചെയ്യാൻ നോക്കിയാലോ? എന്താ ഇതിൽ ചെയ്തതെന്ന് നോക്കിയാലോ? ആ സയന്റിസ്റ്റ് എന്താ ഇതിൽ ചെയ്ത് നോക്കാം. നമുക്ക് എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാല് ആദ്യം എന്ത് ചെയ്തെന്ന് അറിയോടാ? ഇവിടെ നോക്കടാ, ഇവിടെ ഒരു സോഴ്സ് എടുത്തു. ഈ സോഴ്സ് എടുത്ത് നമ്മൾ എന്ത് ചെയ്തു? ഒരു 2 സ്ലിറ്റ് ഉണ്ടാക്കി. എന്താണ് സ്ലിറ്റ് എന്ന് പറഞ്ഞാല്, ഒരു പേപ്പർ ഞാൻ എടുത്തിട്ട് ഒരു എന്താ പറയാ, ഇപ്പൊ ഒരു ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ 2 കീറില് കീറിയാൽ അതാണ് സ്ലിറ്റ്. അല്ലാണ്ട് ഇങ്ങനെ ഒരു ഓട്ടയല്ല സ്ലിറ്റ് കേട്ടാ. 2 ഓട്ടയല്ല സ്ലിറ്റ്. ഒരു ബ്ലേഡ് ഇങ്ങനെ 2 കീറിൽ കയറിയുടെ അതിനെയാണ് നമ്മൾ സ്ലിറ്റ് പറയുന്നത്. ആ 2 സ്ലിറ്റ് ഞാൻ ഇങ്ങനെ എടുത്തു. ഓക്കെ അല്ലെ? ആ സ്ലിറ്റുകളുടെ ഇടയിലുള്ള ദൂരം ഞാൻ എന്ത് ചെയ്തു? D എന്ന്, സ്മോൾ ലെറ്റർ D ആക്കി എടുത്തു. ഓക്കെ അല്ലെ? എനിക്ക് 2 സ്ലിറ്റ് ഉണ്ട്. S1 ആണ് ഒരെണ്ണം, S2 ആണ് ഒരെണ്ണം. അവർക്ക് തമ്മിൽ ഇടയിലുള്ള ദൂരം എന്താണ്? ഞാൻ D ആയിട്ട്, സ്മോൾ ലെറ്റർ D ആയിട്ട് എടുത്തു. എന്നിട്ട് നോക്കണം എന്താണ്ടാവും നോക്കാട്ടോ. ഞാൻ ഇവിടെ ഒരു സ്ക്രീൻ കൊണ്ടുവെക്കുകയാണ്. ഞാൻ എന്ത് ചെയ്തു? ഈ സൈഡിൽ ഞാൻ ഒരു സ്ക്രീൻ കൊണ്ടുവച്ചു. സ്ക്രീനും എന്റെ സ്ലിറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാൻ എന്ത് ചെയ്തു? ക്യാപിറ്റൽ D ആയിട്ട് എടുത്തു. ഓക്കെ അല്ലെ? ക്യാപിറ്റൽ D ആയിട്ട് എടുത്തു. ഞാൻ എന്നിട്ട് എന്ത് ചെയ്യാൻ പോണ്? ഞാൻ ഒബ്സർവ് ചെയ്യാൻ പോവാണ് ഒരു പോയിന്റ്. ഓക്കെ, ഒരു P പോയിന്റിൽ ഞാൻ സ്ക്രീനിൽ ഒബ്സർവ് ചെയ്യാനാണ്. അതായത് ഓക്കെ അല്ലെ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി ഇങ്ങനെ വരുമ്പോൾ നോക്കിക്കോട്ടെ, ഇങ്ങനെ നമ്മളൊരു ഡിഫ്രാക്ഷൻ നടത്തുമ്പോൾ എന്താണ് സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുക? ഈ സ്ലിറ്റിന്റെ എവിടെ ഉള്ളിടത്ത് എന്താവും? ഈ സ്ലിറ്റിന്റെ നേരെയുള്ള സ്ഥലത്ത് എന്തുണ്ടാവും? അവിടെ ബ്രൈറ്റ്നസ് ഉണ്ടാവും, ഇവിടെയും ബ്രൈറ്റ്നസ് ഉണ്ടാവും, ബാക്കി എല്ലായിടത്തും എന്താ ഉണ്ടാവുക? ഡാർക്ക്നെസ് ആയിട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷെ സയന്റിസ്റ്റുകൾ കണ്ടു എങ്ങനെയാണെന്നറിയോ? ഇവിടെ ഒരു സെന്ററിൽ, ഇത് ഈ സോഴ്സിന് നേരെ സെന്ററിൽ ഇവിടെ കണ്ട, ഇവിടെ ഇങ്ങനെ എന്താണ്? ഒരു നല്ല ബ്രൈറ്റ്നസ് ഉള്ള ഒരു ഏരിയ, പിന്നെ ഡാർക്ക്നെസ്, വീണ്ടും ഒരു ഡാർക്ക്നെസ്, പിന്നെ നല്ല ബ്രൈറ്റ്നസ്, പിന്നെ വീണ്ടും ഒരു ഡാർക്ക്നെസ്, ഇവിടെ ബ്രൈറ്റ്നസ്, ഇവിടെ ഡാർക്ക്നെസ്, ഇവിടെ ബ്രൈറ്റ്നസ്, വീണ്ടും ഒരു ഡാർക്ക്നെസ്, ഇവിടെ ബ്രൈറ്റ്നസ്, ഇവിടെ ഡാർക്ക്നെസ്, അങ്ങനെ ഈ സൈഡിലോട്ടും അതെ, ഡാർക്ക് ബ്രൈറ്റ് ഡാർക്ക് ബ്രൈറ്റ് ഡാർക്ക് ബ്രൈറ്റ് ഡാർക്ക്, ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് ബ്രൈറ്റും ഡാർക്കും ആയിട്ട് കണ്ടു. ഇതിനെ അവർ ഫ്രിഞ്ചസ് എന്ന് വിളിച്ചു. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ സെന്ററിൽ നിൽക്കുന്ന ഏറ്റവും നന്നായിട്ട് നിൽക്കുന്ന, സെന്ററിൽ എനിക്ക് കാണാൻ കഴിയുന്ന, സെൻട്രൽ ആയിട്ട് ബ്രൈറ്റ് ആയി നിൽക്കുന്ന, സെൻട്രൽ അവരുടെ സെന്റർ എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് ആയി കാണപ്പെട്ടു. അതിനെ ഞാൻ എന്ത് വിളിച്ചു? സെൻട്രൽ മാക്സിമ എന്ന് വിളിച്ചു. ഞാൻ എന്തിനാ അതിനെ വിളിച്ചത്? സെൻട്രൽ മാക്സിമ എന്ന് വിളിച്ചു. സ്ക്രീനിലെ മറ്റുള്ള പോയിന്റുകൾ മെഷർ ചെയ്യുന്നത് സെൻട്രൽ മാക്സിമയിൽ നിന്നാണ്. ഓക്കെ അല്ലെ? സ്ക്രീനിലെ മറ്റുള്ള പോയിന്റുകൾ എന്താ പറയാ, നമ്മൾ മെഷർ ചെയ്യുന്നത് സെൻട്രൽ മാക്സിമയിൽ നിന്നാണ്. അപ്പോൾ ഈ പോയിന്റ് പിയിലോട്ടുള്ള ദൂരത്തെ ഞാൻ എന്റെ സെൻട്രൽ മാക്സിമയിൽ നിന്ന് എടുത്താൽ ഞാൻ അതിനെ വിളിച്ചു Y. ഓക്കെ അല്ലെ? Y can be any point, ഏതൊരു പോയിന്റിലേക്കും സെൻട്രൽ മാക്സിമത്തിലുള്ള ഡിസ്റ്റൻസിന് ഞാൻ Y എന്ന് എടുത്തു. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പാത്ത് ഡിഫറൻസ് നോക്കണം. ഈ പോയിന്റിലേക്ക് ഞാൻ 2 ലൈൻ വരച്ചാൽ ഇതാണ് S1P, ഇതെന്റെ S2P. ഇതിന്റെ ഡിഫറൻസ്, ഇതിന്റെ പാത്തിന്റെ ഡിഫറൻസ് വരയ്ക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനൊരു പെർപെൻഡിക്കുലർ വരച്ചു 90 ഡിഗ്രി വരച്ചാൽ എനിക്ക് ഇതാണ് എന്റെ പാത്ത് ഡിഫറൻസ്, അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഇതാണ് എന്റെ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഗിവൺ ബൈ D sin θ ഒക്കെ വെച്ചാണ് കിട്ടുക. ഓക്കെ അല്ലെ? അതിന് വരെ നമ്മൾ പഠിക്കാൻ പോകുന്നു. നോക്കിക്കോട്ടോ, നമ്മൾ നോക്കാൻ പോവാണെങ്കിൽ നോക്കട്ടെ കുട്ടികളെ, പാത്ത് ഡിഫറൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിയോ, തിയറി ഓറിയന്റഡ് ആയിട്ടല്ല, എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പെട്ടെന്ന് കുട്ടികൾക്ക് എങ്ങനെ ആൻസറിലേക്ക് എത്താമെന്ന ലെവലിലാണ് ഞാൻ പഠിപ്പിച്ചു തരാൻ പോകുന്നത്. നോക്കിക്കോ, ആദ്യം നമുക്ക് നോക്കാം. എന്താ നമ്മൾ നോക്കാൻ പോകുന്നത്? പാത്ത് ഡിഫറൻസ്. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ 2 ലൈനിന്റെ പാത്ത് ഡിഫറൻസ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഗിവൺ ബൈ S2P മൈനസ് S1P, അല്ലെങ്കിൽ എങ്ങനെ പഠിക്കാൻ അറിയോ? ഈ Y കണ്ട, ഈ Y ഇൻറ്റു ED ഡിവൈഡ് ബൈ ഇത്. ഓക്കെ അല്ലെ? അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയാണ് Y, ഇവിടുത്തെ Y, പിന്നെ ഇവിടുത്തെ ഡിസ്റ്റൻസ് DA ഡിവൈഡ് ബൈ ED കേട്ടോ. അങ്ങനെ ആലോചിച്ച് വെക്കാം. ഓക്കെ, YD ബൈ D. ഓക്കെ, അങ്ങനെ ആലോചിച്ച് വെക്കാം. പാത്ത് ഡിഫറൻസ് ഇസ് ഗിവൺ ബൈ YD ബൈ D. ഇനി എപ്പോഴാണ് ബ്രൈറ്റ് ഫ്രിഞ്ച് ഫോം ചെയ്യുക, എപ്പോഴാണ് ഡാർക്ക് ഫ്രിഞ്ച് ഫോം ചെയ്യുക? 2 പോയിന്റ്. ബ്രൈറ്റ് ഫ്രിഞ്ച് ഫോം ചെയ്യണമെങ്കിൽ അവിടെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കണം. ഡാർക്ക് ഫ്രിഞ്ച് ഫോം ചെയ്യണമെങ്കിൽ അവിടെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കണം. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കാനുള്ള ഫോർമുല, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കാനുള്ള സാഹചര്യം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. എന്താണ്? ദാറ്റ് ഈസ് N ലാംഡ എന്ന് പറയുന്ന പാത്ത് ഡിഫറൻസ് അവിടെ വരണം. അങ്ങനെയല്ല നമ്മൾ പഠിച്ചത്? പാത്ത് ഡിഫറൻസ് N ലാംഡ എന്ന് വരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. ഈ പാത്ത് ഡിഫറൻസ് ഇത് നമ്മൾ പഠിച്ചാണ്. ഈ YD ബൈ ഡിക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടോ? YD ബൈ ഡിക്ക് ഞാൻ എന്ത് എടുത്തു? എന്റെ പാത്ത് ഡിഫറൻസ് N ലാംഡ കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും? മാക്സിമം ബ്രൈറ്റ്നെസിന്റെ പൊസിഷൻ കിട്ടും. ഇനി ആ ഡിസ്റ്റൻസ്, ആ Y കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ
ചെയ്താൽ മതി? ആ വൈനെ കണ്ടുപിടിക്കുക. വൈ എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രൽ മാക്സിമത്തിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം. അങ്ങനെയാണെങ്കിൽ വൈ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? വൈ ഡി ബൈ ഡി ഈക്വൽ ടു എല്ലാം എന്ന് കൊടുത്തു. വൈ ഈക്വൽ ടു, ഇതാണ് കുട്ടികൾ പഠിക്കേണ്ടത്, വൈ ഈക്വൽ ടു എൽ ലാംഡ ഡി ബൈ ഡി. where n equal to 0, 1, 2, 3. n equal to 1, 0 ആവാം, 1 ആവാം. 0 എന്ന് പറഞ്ഞാൽ സെൻട്രൽ മാക്സിമം, 1 എന്ന് പറഞ്ഞാൽ അഡ്ജസെന്റിൽ കിടക്കുന്ന അപ്പുറത്തും ഇപ്പുറത്തും ആവാമേ, രണ്ട് സൈഡിലും വരാം, ഈ സൈഡിലും ആവാമേ ട്ടാ. ഓക്കെ അല്ലെ? n equal to 0 എന്ന് പറഞ്ഞാൽ സെൻട്രൽ മാക്സിമ, അത് കഴിഞ്ഞ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? മേലോട്ടോ അടിയിലോട്ടുള്ള ഫസ്റ്റ് മാക്സിമം, കഴിഞ്ഞ രണ്ടാമത്തെ, അങ്ങനെ പോകും. ഓക്കെ അല്ലെ? ഇനി ഡാർക്ക് ബാൻഡിന്റെ പൊസിഷൻ കാണണം. ഡാർക്ക് ബാൻഡിന്റെ പൊസിഷൻ കാണാൻ നമ്മൾ വീണ്ടും പഠിച്ചാണ്. നമ്മളുടെ പാത്ത് ഡിഫറൻസ് y d by d equal to 2n-1 lambda by 2 കൊടുക്കുക. this is a condition for എന്ത്? ഡാർക്ക് ഫ്രിഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കണം. ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കണ്ടീഷൻ ഞാൻ എന്ത് ചെയ്തു? പാത്ത് ഡിഫറൻസിൽ ഇട്ട് കൊടുത്തു. അങ്ങനെ ആകുമ്പോൾ എനിക്ക് കിട്ടി y equal to 2n-1 lambda by 2 d by d. ഓക്കെ അല്ലെ? n equal to 0, 1, 2, 3. ഓക്കെ അല്ലെ? അല്ലെ? n equal to 1, 2, 3 ട്ടാ. n equal to 1, 2, 3. ഇവിടെ 0 ഇല്ല, കാരണം സെൻട്രൽ ഡാർക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല, സെൻട്രൽ ബ്രൈറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉള്ളൂ. ഓക്കെ അല്ലെ? അപ്പൊ n equal to 1, 2, 3 എന്ന് പറഞ്ഞു പോകും. ഓക്കെ അല്ലേടാ കുട്ടികളെ? അടുത്തതിലോട്ട് പോയാലോ? ഓക്കെ, ബാൻഡ് വിഡ്ത്ത് ആണ് അടുത്ത് പറയാൻ പോകുന്നത്. എന്താണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ? ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, രണ്ട് കൺസിക്യൂട്ടീവ് ആയ മാക്സിമുകളുടെയോ രണ്ട് കൺസിക്യൂട്ടീവ് ആയ മിനിമകളുടെയോ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഞാൻ എന്ത് വിളിച്ചു? ബാൻഡ് വിഡ്ത്ത് എന്ന് വിളിച്ചു. എന്താണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ? രണ്ട് കൺസിക്യൂട്ടീവ് ആയിട്ട് രണ്ട് മാക്സിമം നിൽക്കുന്നുണ്ടാവില്ലേ, അല്ലെങ്കിൽ മിനിമം നിൽക്കുന്നുണ്ടാവില്ലേ, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ, സെപ്പറേഷനെ ഞാൻ എന്ത് വിളിച്ചു? ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ ബീറ്റ എന്ന് വിളിച്ചു. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ ദാറ്റ് ബീറ്റ ഈസ് ഗിവൺ ബൈ yn plus 1 minus yn. ഇപ്പൊ തേർഡും ഫോർത്തും തമ്മിലുള്ളതാണ്, ഞാൻ എങ്ങനെ എഴുതാം? 3 lambda d by d minus ഇനി 2 lambda d. 4 ആണെങ്കിൽ 3 2 തമ്മിലുള്ളതാണ് കേട്ടോ വിചാരിക്കാം. അങ്ങനെയാണ് ഞാൻ എഴുതുന്നത് 2 lambda d by d, 3 minus 3 lambda d by d. അങ്ങനെയാണ് എനിക്ക് എത്തുന്നത് ബീറ്റ ഫ്രഞ്ച് വിഡ്ത്ത് ഈക്വൽ ടു d lambda d by d എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്കെ അല്ലെ? ഇനി അതിന്റെ ചെറിയൊരു കാര്യം കൂടി മോഡിഫിക്കേഷൻ ആയിട്ട് നമുക്ക് ഒന്നുകൂടി പഠിക്കേണ്ടതുണ്ട്. അതെന്താണ്? ആംഗുലാർ വിഡ്ത്ത് തീറ്റ എന്ന് പറയുന്നത് കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആംഗുലാർ തീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ്? ഫ്രിഞ്ച് വിഡ്ത്തിനെ നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആംഗുലാർ വിഡ്ത്ത് കിട്ടും. ഓക്കെ ആണ്. എങ്ങനെയാണ് ബീറ്റ ബൈ ഡി എന്ന് വന്നു? ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ബീറ്റ എന്ന് പറഞ്ഞാൽ d lambda d by d divided by d. ഈ d ക്യാൻസൽ ആയി പോകും, which gives my equation as this. പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെയൊക്കെ ചോദിക്കും, ആംഗുലാർ വിഡ്ത്ത് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏത്? ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഡി. ഓക്കെ അല്ലെ? ക്യാപിറ്റൽ ഡി എന്താണ്? നമ്മുടെ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ അല്ലെ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? എങ്കിൽ അടുത്തൊരു ഭാഗത്തേക്ക് പോകാം. എന്താണ്? ഈ ഹോൾ അപ്പാരറ്റസിനെ ഞാൻ എന്ത് ചെയ്തു? ഈ YDS കണ്ടുപിടിക്കുന്ന ഹോൾ അപ്പാരറ്റസിനെ ഞാൻ എന്ത് ചെയ്തു? ഒരു ലിക്വിഡിലേക്ക് ഇറക്കി വെച്ചു. ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു ലിക്വിഡിലേക്ക് ഞാൻ ഇറക്കി വെച്ചാൽ എനിക്ക് എന്തുണ്ടാകുമെന്നാണ് അടുത്ത ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു എന്ത് പറ്റും? ബീറ്റയ്ക്ക് എന്ത് പറ്റും? ആംഗുലാർ വിഡ്ത്തിന് എന്ത് പറ്റും? നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ ഉണ്ടാവുന്നത്? ലാംഡയ്ക്ക് ചേഞ്ച് വരും. ലാംഡ എന്താവും? ലാംഡ ബൈ ന്യൂ ആയി പോവില്ലേ? നമ്മൾ പഠിച്ചാലേ ലാംഡയ്ക്ക് ചേഞ്ച് വന്ന് ലാംഡ ബൈ ന്യൂ ആയി പോകും. അങ്ങനെയാണെങ്കിൽ എന്റെ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ബീറ്റ എന്ന് പറഞ്ഞാൽ d lambda by d അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പത്തെ ലാംഡ ഡാഷ് എന്താ? d lambda by ന്യൂ ഇൻറ്റു d ആ ബീറ്റ ഡാഷ് എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തായി? ഇത് പറഞ്ഞാൽ എന്താ? ഇതാണ് എന്റെ ബീറ്റ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ബീറ്റ ഡാഷ് ഈക്വൽ ടു ബീറ്റ ബൈ ന്യൂ. അതായത് ഫ്രിഞ്ച് വിഡ്ത്ത് എന്ത് പറ്റും? ഫ്രിഞ്ച് വിഡ്ത്ത് ഡിക്രീസസ് എന്നാണ് പറയുക. ഓക്കെ അല്ലെ? ഫ്രിഞ്ച് വിഡ്ത്ത് അങ്ങോട്ട് കുറയും, ഡിക്രീസ് ചെയ്യും. ഓക്കെ അല്ലെ? ഈ കാര്യം മനസ്സിലായി. അതേപോലെ തന്നെ സെയിം ആണ് ആംഗുലാർ വിഡ്ത്തിന്റെ കേസ് കേട്ടോ. ആംഗുലാർ വിഡ്ത്തിനും ലാംഡ ഉള്ള കാരണം അതും ചെറുതായി പോകും. ഓക്കെ അല്ലെ? ഈ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു കേസിലോട്ട് പോവാം. മാക്സിമം നമ്പർ ഓഫ് ബ്രൈറ്റ് ബാൻഡ് വിസിബിൾ. നമ്മൾ ഈ YDS നമുക്ക് എത്ര മാക്സിമം ബ്രൈറ്റ് ബാൻഡ് കിട്ടും എന്നാണ് പറയുന്നത്. നോക്കിക്കോട്ടോ. ഇങ്ങോട്ടൊരു d by lambda കിട്ടും, ഇങ്ങോട്ടൊരു d by lambda, ഇങ്ങോട്ടൊരു d by lambda പ്ലസ് 1. എന്താണ്? ഇതാണ് എന്തിന്റെ സെൻട്രൽ മാക്സിമം. ഈ പ്ലസ് 1 എന്ന് പറഞ്ഞ സെൻട്രൽ മാക്സിമം. അങ്ങനെയാണെങ്കിൽ d by lambda പ്ലസ് d by lambda 2d by lambda പ്ലസ് 1. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ബ്രൈറ്റ് ബാൻഡ് വിസിബിൾ ഈക്വൽ ടു 2d by lambda പ്ലസ് 1. ഇനി മാക്സിമം നമ്പർ ഓഫ് ഡാർക്ക് ഫ്രിഞ്ച്, ഡാർക്ക് ആണെങ്കിൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പറയാ ഈ 2d by lambda പ്ലസ് 1/2 കൂടി ഇട്ട് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ അല്ലെ? 2 into d by lambda പ്ലസ് 1/2 into 2. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലെ? സിമ്പിൾ കാര്യല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ബ്രൈറ്റ് ബാൻഡ് കാണാൻ 2d by lambda പ്ലസ് 1, മാക്സിമം നമ്പർ ഓഫ് ഡാർക്ക് ഫ്രിഞ്ച് കാണാനും 2 into d by lambda പ്ലസ് 1/2. ഓക്കെ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഇതിനൊരു കാര്യം ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ,
ഇത് കാണാണ്ട് പോകരുത് കുട്ടികളെ. ആ ഫോർമുല പഠിക്കണമെങ്കിൽ ഇത് പഠിക്കണം. ഇത് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് എന്താ ഡി ഈക്വൽ ടു ലാംഡ. ഇതിന്റെ എന്ത് ചെയ്യണം? മാക്സിമം കാണാനും പറഞ്ഞു, മാക്സിമം നമ്പർ ഓഫ് ബ്രൈറ്റ് ബാൻഡ് കാണാൻ പറഞ്ഞു, ഡാർക്ക് ബാൻഡ്സും കാണാൻ പറഞ്ഞു, മാക്സിമം നമ്പർ ഓഫ് ഡാർക്ക് ബാൻഡ് കാണാൻ പറഞ്ഞെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഡാർക്ക് ബാൻഡ് ഫോർമുല, ബ്രൈറ്റിന്റെ ഫോർമുല 2d/λ+1. ഓക്കെ അല്ലെ? ഇത് മൊത്തത്തിന്റെ ഇൻഡിജർ വാല്യൂ എടുക്കണം. ഇത് മൊത്തത്തിന്റെ എന്താണ്? ഇൻഡിജർ വാല്യൂ എടുക്കുക. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ 2d എത്രയാ? d എത്ര? 2λ. 2 × 2λ/λ+1 വരും. ഓക്കെ അല്ലെ? ലാംഡ ക്യാൻസൽ ചെയ്താൽ 2 × 2 4 4+1 = 5. ഇവിടെ 5 മാക്സിമം ഉണ്ടാകും. ഓക്കെ അല്ലെ? 5 മാക്സിമം ഉണ്ടാകും. ഓക്കെ ആണ്. ഇവിടെ ഇൻഡിജർ വാല്യൂ ഇപ്പൊ കറക്റ്റ് ഇൻഡിജർ വന്ന കാരണം സീനില്ല. ഇനി നോക്കാം. ഡെസിമൽ വരാത്ത കാരണം സീനില്ല. ഇനി ഇവിടെ നോക്കാം. ഇനി നോക്കാം. 5 ഇതാണെങ്കിൽ എങ്ങനെ? 2 × d/λ+1/2 എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലെ ഇൻഡിജർ വാല്യൂ എടുക്കുക. ഓക്കെ അല്ലെ? ഇങ്ങനെയാണ് വേണ്ടത്. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ 2 × d/λ എത്രയാ? 2λ/λ, that is 2 + 1/2, that is 0.5, that is 2 × 2.5. ഈ 2.5ന്റെ ഇൻഡിജർ വാല്യൂ എടുക്കണം. that is 2.5 എടുക്കുമ്പോൾ ഞാൻ 2 × 2 എന്ന് എഴുതി. that is 4 will be my answer. 4 മിനിമം ഉണ്ടാകും. ഓക്കെ അല്ലെ? ഈ കാര്യം മനസ്സിലായോ? ഈ കാര്യം മനസ്സിലായടാ? ഒന്നുകൂടി പറഞ്ഞുതരാം. മാക്സിമം കണ്ടുപിടിക്കാം. നോക്കാം. 2d/λ+1 അതിൽ 2 × 3.2 × λ/λ+1 2 × λ ക്യാൻസൽ ആയി പോയാ എത്രയും 6.4 അല്ലെ? 6.4 + 1 എത്ര വരും? 7.4 വരും. ഈ 7.4ന്റെ ഇൻഡിജർ വാല്യൂ എടുക്കുക. ദാറ്റ് ഈസ് 7 മാക്സിമ ഉണ്ടാകും. 7 മാക്സിമ ഉണ്ടാകും. ഓക്കെ. ഇനി ഇവിടെ ഡാർക്കിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? 2 × d/λ+1/2 ഇങ്ങനെയല്ലേ വരിക? 2 × d/λ എത്രയാണ്? d എത്രയാണ്? 3.2 λ/λ cancel plus 0.5, that is 2 × 3.7, that is 2 × 3 എടുക്കുക, that is 6 മിനിമാസ് ഉണ്ടാവും. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ അല്ലെ? 6 മിനിമാസ് ഇവിടെ ഉണ്ടാവും. ഓക്കെ അല്ലേടാ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലെ? അടുത്തതിലോട്ട് പോകാം. എന്താ അടുത്ത കാര്യം നോക്കാം. ഇനി നമ്മളോട് ചോദിക്കാം. അടുത്ത കേസ് എന്താ വെച്ചാൽ കോയിൻസിഡൻസ് ഓഫ് ബാൻഡ്സ് വിത്ത് ഡിഫറെന്റ് വാവലൻസ്. അതായത് രണ്ട് ഡിഫറെന്റ് വാവലൻസ് ഉള്ള ബാൻഡ് ഒന്ന് കോയിൻസൈഡ് ചെയ്തു. എന്നിട്ട് ചോദിക്കും അവരുടെ എത്രാമത്തെ ബാൻഡുകൾ തമ്മിലാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറയണം nth ബാൻഡ് ഓഫ് ദിസ് കോയിൻസൈഡ് വിത്ത് nth ബാൻഡ് ഓഫ് ദിസ്. അങ്ങനെയാണെങ്കിൽ n1 λ1 = n2 λ2 എന്നാണ് എനിക്ക് വേണ്ടത്. ഓക്കെ അല്ലേ? അടുത്തേക്ക് പോകും. എന്താ അടുത്ത് നോക്കിയാലോ? ഇനി when a transparent sheet of refractive index nu is inserted in front of one of the ഒരു സ്ലിറ്റിന്റെ മേലെ നോക്കട്ടാ. ഇങ്ങനെയാണ് സ്ലിറ്റ് ഉണ്ടാവുക അല്ലെ? അതിൽ ഒരു സ്ലിറ്റിന്റെ മേലെ എന്തുണ്ടായി? ഒരു ട്രാൻസ്പെറന്റ് സ്ലിറ്റ് വെച്ചു. അപ്പൊ ഇവിടെ എന്താണ്? ഇങ്ങനെ പോകേണ്ട ആള് എന്ത് ചെയ്തു? ഇങ്ങനെ പോയി. ഒരു എക്സ്ട്രാ പാത്ത് ഡിഫറൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യും അല്ലെ? ഇങ്ങനെ പോകേണ്ട ഇങ്ങനെ വരേണ്ട ആള് ഇപ്പൊ എന്താ? ഇവിടെ പോയിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ഈ ഒരു എക്സ്ട്രാ പാത്ത് ഡിഫറൻസ് അവൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ എക്സ്ട്രാ പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ nu - 1/t ആണ്. nu is a refractive index of the slab. ഓക്കെ അല്ലെ? ഇനി അടുത്ത് നമ്മളോട് ചോദിക്കാം നമ്പർ ഓഫ് ബാൻഡ്സ് എത്ര ഷിഫ്റ്റ് ചെയ്തു എന്ന് ചോദിക്കാം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? nu - 1 × t = n λ ഇട്ട് കൊടുക്കുക. എന്നിട്ട് n കാണാൻ നമ്പർ ഓഫ് ബാൻഡ്സ് കാണാം. അപ്പൊ nu - 1 × t/λ വരും. ഇനി ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടി ചോദിക്കും. ഷിഫ്റ്റ് ഇൻ പൊസിഷൻ ഓഫ് സെൻട്രൽ മാക്സിമം എത്ര ഷിഫ്റ്റ് ചെയ്ത് നോക്കും? ദാറ്റ് ഇസ് സിമ്പിൾ. y = n λ d/d കൊടുക്കുക. y = nu - n λ എന്ന് കൊടുക്കുക. nu - 1 × t കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? ഷിഫ്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ അല്ലെ? എത്രയാണ് സെൻട്രൽ മാക്സിമ ഷിഫ്റ്റ് ചെയ്തത് കിട്ടും. ഓക്കെ അല്ലെ? അടുത്തിലോട്ട് പോയാലോ? എന്താ ഇതോടെ ഏകദേശം നമ്മൾ YDSCയിലെ യങ് സ്ട്രബിൾസിലെ ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കുട്ടികളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ അല്ലെ? ക്വസ്റ്റ്യൻ സീരീസ് തന്നെ നമുക്ക് നമ്മുടെ ടെലിയിൽ അവൈലബിൾ ആണ്. കുട്ടികൾ അത് പോയിട്ട് ഷുവർ ആയിട്ട് കാണാം. ഓക്കെ അല്ലെ? ഇനി നമ്മൾ അടുത്തായി നോക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്? ഡിഫ്രാക്ഷൻ അഥവാ സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിനെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ കുട്ടികളെ ഡിഫ്രാക്ഷൻ അഥവാ സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. എന്താണ് ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം നമ്മൾ ഉപയോഗിച്ചത് 2 സ്ലിറ്റ് വെച്ചിട്ടായിരുന്നു നമ്മൾ ഇത്രയും നേരം ചെയ്തത് അല്ലെ? ഇങ്ങനെ ഒരു സ്ലിറ്റ് ഇവിടെ. വാട്ട് ഇഫ് ഞാൻ ആ 2 സ്ലിറ്റ് എടുത്ത് കളഞ്ഞ് ഒറ്റ സ്ലിറ്റ് എടുത്താൽ എനിക്ക് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് കിട്ടി. നോക്കിക്കോട്ടെ. ഇവിടെ ഞാൻ ഇങ്ങനെ എടുത്തു. ഒറ്റ സ്ലിറ്റ് എടുത്തിട്ടുള്ളൂ. ഈ സ്ലിറ്റിന്റെ ഇതിനെ വിഡ്ത്തിനെ ഞാൻ എ എന്ന് വിളിച്ചു. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്ലി ദ എ ഷുഡ് ബി എന്താണ്? ലൈറ്റിന്റെ വേവ് ലെങ്ത്തിൽ കമ്പയർ ആവണം. ഓക്കെ അല്ലെ? അത്രയും ചെറിയ സ്ലിറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ സ്ക്രീൻ വെച്ചാൽ നോക്കാം കുട്ടികളെ. നോക്കാം എന്താണ് ഇവിടെ വരേണ്ടത്? ശരിക്കും റേ ഒപ്റ്റിക്സ് വാലിഡ് ആവുന്ന പോലെ ലൈറ്റ് ഒരു പാർട്ടിക്കിൾ ആണെങ്കിൽ നേരെ ഇതിനെ കടന്നു ഇവിടെ എത്താം അല്ലെ? ബെൻഡിങ് ഒന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ ലൈറ്റ് എന്ത് ചെയ്യുന്നു അറിയോ? ഷാർപ്പ് ഒബ്ജക്ട്സിന്റെ അവിടെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ലൈറ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നു. ലൈറ്റ് എന്താണ്? ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നു. ഇതാണ് എന്ത് പറഞ്ഞത്? ഡിഫ്രാക്ഷൻ ആയി കാണപ്പെട്ടത്. ഓക്കെ അല്ലെ? അങ്ങനെ വരുമ്പോൾ നേരത്തെ നമ്മൾ എന്താ പഠിച്ചത്? നമ്മുടെ YDSൽ നമ്മൾ എങ്ങനെയായിരുന്നു പഠിച്ചത്? ഞാൻ ഒരു YDSൽ വരയ്ക്കാം. ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ഇന്റൻസിറ്റി സെയിം ആയിട്ടല്ലേ പഠിച്ചത്. പക്ഷെ ഇവിടെ വരുമ്പോ എങ്ങനെയാണെന്നറിയോ?
സെൻട്രൽ മാക്സിമം എന്ന് പറയുന്നത് ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. പിന്നെയുള്ള അടുത്ത മാക്സിമം ഒന്നുകൂടി ബ്രൈറ്റ് കുറവായിരിക്കും, പിന്നെ ഒന്നുകൂടി കുറവായിട്ടും ഇങ്ങനെയായിരിക്കും രണ്ട് സൈഡിലും ഇങ്ങനെ ഇങ്ങനെ കുറഞ്ഞു പോകും. ഓക്കെ അല്ലെ? സെൻട്രൽ മാക്സിമം എന്ന് പറയുന്നത് നല്ല ബ്രൈറ്റ്, ബാക്കിയുള്ള സെക്കൻഡറി മാക്സിമാസ് അല്ലെങ്കിൽ സെക്കൻഡറി മിനിമാസ് ഒക്കെ എന്താണ് ബ്രൈറ്റ്നെസ് ഇങ്ങനെ കുറഞ്ഞു വരും. ഓക്കെ അല്ലെ? സെക്കൻഡറി മാക്സിമാസ് ഇങ്ങനെ അടുത്തുള്ള സെൻട്രൽ മാക്സിമം കഴിഞ്ഞാൽ പിന്നെ അടുത്തതിനുള്ള മാക്സിമം വിളിക്കുന്നത് സെക്കൻഡറി മാക്സിമം ആണ്. ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം, സെക്കൻഡ് സെക്കൻഡറി മാക്സിമം അങ്ങനെ വിളിക്കുക. അവരിങ്ങനെ എന്ത് ചെയ്യും? ബ്രൈറ്റ്നെസ് ഇങ്ങനെ കുറഞ്ഞു വരും. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് നോക്കാം. എന്താ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത്? എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ എന്തൊക്കെ പഠിക്കാം? മാക്സിമം ഇൻ ഡിഫ്രാക്ഷൻ. ഒരു മാക്സിമം എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നുമില്ല, ദാറ്റ് ഈസ് 2n+1 λ/2a എന്ന് ചെയ്യുന്ന. ഇത്ര നേരം എന്ത് ചെയ്തു? മിനിമയ്ക്കാണ് ഈ 2n+1 λ ഉപയോഗിച്ചിരുന്നത് അല്ലെ? പക്ഷെ ഇവിടെ എത്തുമ്പോൾ ഡിഫ്രാക്ഷനിൽ എത്തുമ്പോൾ നേരത്തെ ചെയ്യും എങ്ങനെയാണ്? 2n+1 λ/2a എന്ന് പറയുന്നത് തീറ്റ എന്ന് പറയുന്നത് മാക്സിമം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഇനി മിനിമം കണ്ടുപിടിക്കണമെങ്കിലോ സിമ്പിൾ ആണ്, n λ/a ചെയ്താൽ മതി. ഓക്കെ അല്ലെ? ഇതിൽ a എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ സ്ലിറ്റിന്റെ വിഡ്ത്ത് ആൻഡ് ദാറ്റ് ഷുഡ് ബി കമ്പാരബിൾ ടു ദ വേവ് ലെങ്ത്. ഓക്കെ അല്ലെ? ഈ കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഈ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അടുത്ത് നോക്കുമ്പോൾ എന്തൊക്കെ പഠിക്കണം? ഇനി വിഡ്ത്ത് ഓഫ് ദ മാക്സിമം നോക്കാം. ഇതാണ് എന്റെ സെൻട്രൽ മാക്സിമം എന്ന് പറയുന്നത്. ഇത്രയും ദൂരം ഉണ്ട് കേട്ടോ. അതിൽ ഇതൊരു d λ/a ആണ്, ഇതൊരു d λ/a ആണ്. സെക്കൻഡറി മാക്സിമം ഞാൻ നോക്കുമ്പോൾ ഈ മൊത്തം ഡിസ്റ്റൻസ് എത്ര? d λ/a വരുള്ളൂ. അപ്പൊ എന്റെ സെൻട്രൽ മാക്സിമം എന്ന് പറയുന്നത് നോക്കിയോട്ടാ, വിഡ്ത്ത് ഓഫ് ദ സെൻട്രൽ മാക്സിമം എന്ന് പറയുന്നത് d λ/a പ്ലസ് d λ/a ദാറ്റ് ഈസ് 2d λ/a ആണ്. ഇതേപോലെ തന്നെ ആംഗുലർ വിഡ്ത്തും വരും. λ/a പ്ലസ് λ/a 2 λ/a വരും. ഓക്കെ അല്ലെ? ഈ കാര്യങ്ങൾ മനസ്സിലായോ? വിഡ്ത്ത് ഓഫ് ദ സെൻട്രൽ മാക്സിമം എന്ന് പറയുന്നത് d λ/a പ്ലസ് d λ/a 2d λ/a ആണ്. വേറെ ഏതെങ്കിലും മാക്സിമം ദാറ്റ് സെക്കൻഡറി മാക്സിമയുടെ വിഡ്ത്ത് ചോദിച്ചാൽ നമ്മൾ എഴുതണം ദാറ്റ് ഈസ് ഓൺലി d λ/a. ഈ ഒരു കണ്ട, ഇത് ഇത്ര d λ/a മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ അല്ലേടാ? കാര്യങ്ങൾ മനസ്സിലായി? അവരുടെ ആംഗുലർ വിഡ്ത്ത് λ/a വരുന്നുള്ളൂ. വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമം 2 ടൈംസ് ആണ്, 2d λ/a ആണ്. അതുപോലെ ഒരു ആംഗുലർ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 λ/a ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോടാ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എങ്കിൽ അടുത്തേക്ക് പോവാം. എന്താ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷനും ഇന്റർഫറൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നോക്കാൻ പോകും. അപ്പൊ കുട്ടികളെ, നമുക്ക് പോളറൈസേഷൻ എന്താണെന്ന് അടുത്തത് നോക്കാം. നോക്കാം പോളറൈസേഷൻ എന്താണെന്ന് നോക്കാം. പോളറൈസേഷൻ എന്ന് പറയുന്ന ആദ്യം തന്നെ മനസ്സിലാക്കുക, അത് ചെയ്യുന്ന ട്രാൻസ്വേഴ്സ് വേഴ്സ് മാത്രമേ ചെയ്യത്തുള്ളൂ. ട്രാൻസ്വേഴ്സ് വേഴ്സിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, അതായത് നമ്മുടെ ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേഴ്സ് ആണല്ലോ. അപ്പൊ ഇവര് മാത്രമേ ആവശ്യമുള്ളൂ പോളറൈസേഷൻ എന്ന് പറയുന്ന പരിപാടി ചെയ്യത്തുള്ളൂ. ഇനി നമുക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ആദ്യം തന്നെ കുട്ടികൾക്ക് പറഞ്ഞു നോക്കിക്കോട്ടോ. പ്ലെയിൻ ഇൻ വിച്ച് ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേറ്റ് ചെയ്യുന്ന പ്ലെയിനെ ഞാൻ പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ എന്ന് വിളിച്ചു. ഒന്നാമത്തെ പോയിന്റ് പഠിക്കണം. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് നോക്കിയോക്ക, ഒരു ലൈറ്റിന്റെ പാർട്ടിക്കിൾ എടുക്കുമ്പോൾ അതിനെന്തുണ്ട്? ഒരു ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, ഒരു എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ഇത് രണ്ടും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് ഇങ്ങനെ പോവല്ലേ? ഓക്കെ, ഇങ്ങനെ അവരെന്ത് ചെയ്യും? ഇങ്ങനെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് പോവാണ്. ഓക്കെ അല്ലെ? അപ്പൊ ഈ ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേറ്റ് ചെയ്യുന്നതിനെ ഞാൻ പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ എന്ന് വിളിച്ചു. ഇനി ഈ പ്ലെയിൻ ഓഫ് വൈബ്രേഷന് പെർപെൻഡിക്കുലർ അതിനെ ഞാൻ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ വിളിച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ ആംഗിൾ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയി. ഇനി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് പ്ലെയിൻ ഓഫ് പോളറൈസേഷനിലൂടെയാണ് നമ്മളെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവുക. ഈ 3 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കാം. അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്ത്? അൺപോളറൈസ്ഡ് ലൈറ്റിന്റെ പാർട്ടിക്കിൾ എല്ലാ ഭാഗത്തേക്കും വൈബ്രേറ്റ് ചെയ്യുന്നെങ്കിൽ അതിനെ ഞാൻ എന്ത് വിളിച്ചു? അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് വിളിച്ചു. ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ലൈറ്റ് ആണ്. അത് ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, ഇന്റൻസിറ്റി കൂടുതലാണ്. പോളറൈസ്ഡ് ആണ് അൺപോളറൈസ്ഡ് ആണെന്ന് ചോദിച്ചാൽ അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്, കാരണം ഫുൾ എല്ലാ ഭാഗത്തേക്കും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഈ അൺപോളറൈസ്ഡ് ലൈറ്റിൽ ഞാൻ എന്ത് ചെയ്യുന്നത്? നോക്കിക്കോട്ടോ, ഇങ്ങനെ ഒരു പോളറൈസറിലൂടെ കടത്തിവിടാൻ പോവുകയാണ്. ഈ പോളറൈസറിന് ഒരു ആക്സിസ് ഉണ്ടാണ്, ഇങ്ങനെ ഒരു സാധനം കണ്ടോ? ഇതാണ് അവന്റെ ഒപ്റ്റിക്കൽ ആക്സിസ്. ഇതിന്റെ പേരാണ് ഒപ്റ്റിക്കൽ ആക്സിസ് എന്ന് പറയും. ഓക്കെ അല്ലെ? ഈ അൺപോളറൈസ്ഡ് ലൈറ്റ് ഈ പോളറൈസറിലൂടെ കടത്തിവിട്ടപ്പോൾ ഇതിന്റെ പേര് ഞാൻ എന്ത് വിളിച്ചു? ഇതിനെ പോളറൈസർ എന്ന് വിളിച്ചു. ഈ പോളറൈസറിലൂടെ കടത്തിവിട്ടപ്പോൾ ഈ ഒപ്റ്റിക്കൽ ആക്സിസിന്റെ ഭാഗത്തു കൂടെ മാത്രമായി വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതിനെ ഞാൻ എന്ത് വിളിച്ചു? പോളറൈസ്ഡ് ലൈറ്റ് എന്ന് വിളിച്ചു. എന്താ ഞാൻ വിളിച്ചത്? പോളറൈസ്ഡ് ലൈറ്റ് എന്നാണ് ഞാൻ ഇതിനെ വിളിച്ചു. ഈ ഒരു പ്രോസസ്സിനെ, ഈ അൺപോളറൈസ്ഡ് ലൈറ്റിനെ പോളറൈസ്ഡ് ലൈറ്റ് ആക്കി ത്രൂ ദ പോളറൈസർ, ഇതിനെ ഞാൻ എന്ത് വിളിച്ചു? പോളറൈസേഷൻ എന്ന് വിളിച്ചു. എന്താ ഞാൻ വിളിച്ചത്? പോളറൈസേഷൻ എന്ന് വിളിച്ചു. എളുപ്പല്ലേ? പോളറൈസേഷൻ എന്ന് വിളിച്ചു.
ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. അൺപോളറൈസ്ഡ് ലൈറ്റ് ഉണ്ടായിരുന്നു, അത് എല്ലാ ഭാഗത്തേക്കും വൈബ്രേറ്റ്, അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് എല്ലാ ഭാഗത്തും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതാ. അത് ഞാൻ എന്ത് ചെയ്തു, അതിന് ഒറ്റ ലൈനിൽ മാത്രം, ഇതിന് മാത്രം, ഒറ്റ ആക്സിസിൽ മാത്രം വൈബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തിലൂടെ കടത്തി വിട്ടു, പോളറൈസറിലൂടെ കടത്തി വിട്ടു. പോളറൈസറിലൂടെ കടത്തി വിട്ടപ്പോൾ അതൊരു പോളറൈസ്ഡ് ലൈറ്റ് ആയി. ഈ ഫിനോമിനെ, ഈ പ്രോസസ്സിനെ ഞാൻ എന്ത് വിളിച്ചു, പോളറൈസേഷൻ എന്ന് വിളിച്ചു. ഓക്കെ അല്ലടാ, സെറ്റ് അല്ലേ? ഈ കാര്യം മാത്രം പറയുന്നു, അടുത്തിലോട്ട് പോകുന്നു. എന്താ അടുത്ത് നോക്കാം. ലോ ഓഫ് മാലൂസ് ആണ് നോക്കാനുള്ളത്. എന്താ ലോ ഓഫ് മാലൂസ്? എന്താടാ ലോ ഓഫ് മാലൂസ് പറയുന്നത്? വളരെ എളുപ്പമാണ്. ലോ ഓഫ് മാലൂസ് അധികം ഒന്നും പഠിക്കാനില്ല, ഒന്നുമില്ല. നമ്മളിപ്പോ പറഞ്ഞില്ലേ എന്ത്, നമ്മളിപ്പോ എന്താ പറഞ്ഞത്, ഈ അൺപോളറൈസ് കണ്ട, ഇവിടെ കണ്ട, ഇവിടെ ഈ പോളറൈസ്ഡ് ലൈറ്റ് കണ്ടല്ലേ, ഈ പോളറൈസ്ഡ് ലൈറ്റിനെ ഞാൻ എന്ത് ചെയ്യുന്നത് കണ്ട, ഇങ്ങനെ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് വന്നു. അൺപോളറൈസ്ഡ് ലൈറ്റ് ഞാൻ എന്ത് ചെയ്തു, ഒരു പോളറൈസറുടെ ഉള്ളിലൂടെ കടത്തി വിട്ടു. ദാറ്റ് ഈസ് പോളറൈസറിന്റെ ഉള്ളിലൂടെ കടത്തി വിട്ടു. അപ്പൊ എനിക്കൊരു പോളറൈസ്ഡ് ലൈറ്റ് കിട്ടി. പോളറൈസ്ഡ് ലൈറ്റ് എനിക്ക് കിട്ടി. ആ പോളറൈസ്ഡ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി I0 ആണെന്ന് വിചാരിക്കുക. ഇനി ഞാൻ എന്ത് ചെയ്യുന്ന, ഇനി ഞാൻ ഒരു നെക്സ്റ്റ് ഒരു ഇങ്ങനെ വെച്ചാൽ ഇതിന്റെ പേരാണ് അനലൈസർ. ഇതിനെന്താ നമ്മൾ വിളിക്കുക, അനലൈസർ എന്ന് ഇതിനെ വിളിച്ചു. ഈ അനലൈസർ ഇതാണ്, ഇതിന്റെ ഒരു ഒപ്റ്റിക്കൽ ആക്സിസ് ഇല്ല, അത് ഇങ്ങനെയാണ് അല്ലെ. ഇനി അനലൈസറിനെ നോക്കിയൊക്കെ, ഇതിനൊരു ഒപ്റ്റിക്കൽ ആക്സിസ് ഇല്ല, ഇങ്ങനെയായിട്ടെങ്കിൽ കണ്ട, ഇതിലിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും. ഓക്കെ അല്ലെ. അപ്പൊ ഇവർ തമ്മിൽ ഒരു എന്തുണ്ട്, ഒപ്റ്റിക്കൽ ആക്സിസിന് ഒരു തീറ്റ ഡിഫറൻസ് ഉണ്ട്. ഈ തീറ്റ ഡിഫറൻസ് ആണ് ഈ അനലൈസറിലൂടെ എത്ര ലൈറ്റ് പുറത്തേക്ക് വരുന്നു എന്ന് എന്താ പറയാ ശരിയാക്കുക. ഇത് തീറ്റ കൂടിക്കഴിഞ്ഞാൽ എന്തിന്റെ വരും, ഈ തീറ്റ ഇങ്ങനെ കൂടി വെച്ചാൽ എന്താ പറയാ, അതിലൂടെ വരുന്ന ലൈറ്റിന്റെ അളവും കുറയും. ഓക്കെ അല്ലെ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോട്ടോ, ഇന്റൻസിറ്റി, ഈ പോളറൈസ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി I0 ആണെങ്കിൽ, ഈ പോളറൈസ് ലൈറ്റ് അനലൈസറിലൂടെ കടത്തി വിട്ടാൽ അതിൽ നിന്ന് വരുന്നതിന്റെ ഇന്റൻസിറ്റി ഞാൻ I എന്ന് വിളിച്ചാൽ ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോസ് സ്ക്വയർ തീറ്റ. ഇതാണ് മാലൂസ് ലോ. ഓക്കെ അല്ലെ. അപ്പൊ ഞാൻ ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഞാൻ എന്ത് ചെയ്തു, അവിടെ I0, അതായത് ഇനീഷ്യൽ പോളറൈസ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി അവിടെ ഇട്ട് കൊടുത്താൽ I=I0 കോസ് സ്ക്വയർ തീറ്റ. ഈ വെരി 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 ഇമ്പോർട്ടന്റ്, ഇതാണ് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലെ. ഇതാണ് നമുക്ക് I=I0 കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ അല്ലെ. ഇത്രയും കാര്യമാണ് പഠിക്കാറ്. ഇനി വാട്ട് ഇഫ് നോക്കിക്കോട്ടോ, സപ്പോസ് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ വെച്ചു. ഈ പോളറൈസ്ഡ് ലൈറ്റ് ഞാൻ എന്ത് ചെയ്തു, പോളറൈസറിലൂടെ കടത്തി വന്ന അത് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇങ്ങനെ വെച്ചു. അപ്പൊ ഇതിന് തമ്മിലുള്ള ആംഗിൾ എത്ര കുട്ടികളാണ്, 90 ഡിഗ്രി ആണ് അല്ലെ. ഇവർ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പൊ ഇന്റൻസിറ്റി എത്രയായിരിക്കും, I0 കോസ് സ്ക്വയർ 90. കോസ് സ്ക്വയർ 90 എത്രയാണ്, കോസ് 90 എന്താണ് 0. അപ്പൊ എത്രയായിരിക്കും, ഇന്റൻസിറ്റി 0 ആയിരിക്കും. അതിലൂടെ ലൈറ്റ് വരത്തില്ല. ഓക്കെ, മനസ്സിലായോ? അതായത് ഇങ്ങനെ വെച്ചാൽ മാക്സിമം ലൈറ്റ് I0 തന്നെ വരും. ഓക്കെ അല്ലെ. I0 കോസ് സ്ക്വയർ 0 വരും അല്ലെ. അപ്പൊ എന്താ, അത് തന്നെ വരും, 1 ആയി പോകും അല്ലെ. കോസ് 0 1 ആയി പോകും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ 90, അതായത് ഈ ആംഗിൾ കൂടി വരും തോറും എന്തുണ്ടാവും, ലൈറ്റിന്റെ അളവ് പുറത്തേക്ക് വരുന്നു, കുറയുന്നതാണ് അർത്ഥം. ഓക്കെ അല്ലെ. ഇത്രയേ ഉള്ളൂ കാര്യം, ഇത്രേ പഠിക്കാനുള്ളൂ. അടുത്തതിലോട്ട് പോകാം. ലാസ്റ്റ് ടോപ്പിക്, ബ്രൂസ്റ്റേഴ്സ് ലോ എന്ന് പറയുന്ന ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ എത്തി. വേവ് ഒപ്റ്റിക്സിന്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് എത്തി. എന്താണ് പറയുന്നത്, ഒരു ലൈറ്റ് റേ ഇങ്ങനെ വരികയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ വന്നു കണ്ട, ഇൻസിഡന്റ് ആയി, മറ്റേ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയി, ദാറ്റ് ഇസ് I/θ. ഓക്കെ, ഇൻസിഡൻസ് തീറ്റ. അതെന്താ, റിഫ്ലക്റ്റഡ് റേ ആണ് ഇത്. ഓക്കെ, റിഫ്രാക്റ്റഡ് റേ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അതായത് തീറ്റ. ഓക്കെ, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ തീറ്റ. ഓക്കെ, ഇത് റിഫ്രാക്റ്റഡ് റേ ആണ്. അടിയിൽ റിഫ്രാക്റ്റഡ് റേ ഉണ്ട്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R എന്ന് ഞാൻ എഴുതി. ഓക്കെ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ബ്രൂസ്റ്റേഴ്സ് ലോ എന്താ പറയുന്നത് അറിയോ, സപ്പോസ് റിഫ്ലക്റ്റഡ് റേയും റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കി, ഈ ലൈൻ നോക്കിക്കുക. ഈ ലൈൻ നോക്കുമ്പോൾ എനിക്ക് എന്താണ്, തീറ്റ പ്ലസ് ഇങ്ങനെ എഴുതാൻ പറ്റുമോ, R പ്ലസ് 90 ഡിഗ്രി = 180 എന്ന് എനിക്ക് എഴുതാൻ പറ്റുമോ, നോക്കി നോക്കിയേ. തീറ്റ ഒരു R, പിന്നെ ഈ 90, ഇതൊരു ലൈൻ അല്ലേ, ലൈറ്റിന്റെ ആംഗിൾ 180 അല്ലേ. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഞാൻ എഴുതുന്നു R പ്ലസ് θ = 90 എന്ന് എഴുതി. R = 90 മൈനസ് θ. ഓക്കെ, തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ അല്ലെ. ഇത് കിട്ടി. ഓക്കെ, ഇനി ഞാൻ പറയാൻ നോക്കാം. നമ്മൾ എഴുതിയിട്ടുണ്ട്, നമുക്ക് കുട്ടികൾ നോക്കാം. θ പ്ലസ് 90 പ്ലസ് R = 180, θ പ്ലസ് R = 90, R = 90 മൈനസ് θ. ഇനി ഞാൻ ഇത് ഇവിടെ നോക്കാം. സൈൻ I/sin R ഞാൻ ചെയ്യാൻ പോണേ. ഇത് എന്താണ്, N1, ഇത് N2 ട്ടാ. ഞാൻ sin I/sin R ചെയ്ത് എനിക്ക് N2/N1 കിട്ടും. ഓക്കെ, സൈൻ ആറിന് വരെ ഞാൻ എന്ത് കൊടുത്തു, ഈ 90 മൈനസ് θ കൊടുക്കാണ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടും, sin 90 മൈനസ് θ ദാറ്റ് ഇസ് cos θ. sin θ ഡിവൈഡഡ് ബൈ sin 90 മൈനസ് θ എന്ന് പറഞ്ഞാൽ cos θ = N2/N1 എന്ന് കിട്ടി. sin θ ബൈ cos θ എന്ന് പറഞ്ഞാൽ tan θ എനിക്ക് കിട്ടുന്നു. tan θ = N2/N1. വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ ആണോ?
ഈ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ടാൻ തീറ്റ ഈക്വൽ ടു n2/n1. ഓക്കെ അല്ലേ? എങ്കിൽ അടുത്തതിലോട്ട് പോകാം. അടുത്ത് ഇനി ഒരു കാര്യം കൂടി നോക്കാം. ഇത് പറഞ്ഞു തരാം കേട്ടോ. ഇങ്ങനെ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ എന്ന് പറയുന്നത്. ടാൻ തീറ്റ ഈ ഇവിടെ 90 റിഫ്ലക്റ്റഡ് റേയും റിഫ്രാക്റ്റഡ് റേയും തമ്മിൽ 90 ഡിഗ്രി ആകുമ്പോൾ വരുന്ന ഇൻസിഡന്റ് ആംഗിൾ ഞാൻ ബ്രൂസ്റ്റേഴ്സിലെ ആംഗിൾ എന്ന് വിളിച്ചു. അങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള റിഫ്ലക്റ്റഡ് റേ കണ്ടോ, ഈ റിഫ്ലക്റ്റഡ് റേ എന്തായിരിക്കും അറിയോ? ഫുള്ളി പോളറൈസ്ഡ് ആയിരിക്കും. എന്താണ് റിഫ്ലക്റ്റഡ് റേ? എന്തായിരിക്കും റിഫ്ലക്റ്റഡ് റേ? ഫുള്ളി പോളറൈസ്ഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്റെ റിഫ്രാക്റ്റഡ് റേ എന്തായിരിക്കും എന്നറിയോ? റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് പാർഷ്യലി പോളറൈസ്ഡ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇവൻ എന്താണ് പാർഷ്യലി റിഫ്രാക്റ്റഡ് ആയ റേ പാർഷ്യലി പോളറൈസ്ഡും റിഫ്ലക്റ്റഡ് റേ എന്താണ് ഫുള്ളി പോളറൈസ്ഡ് ആയിരിക്കും ബ്രൂഷ്യസ് ആംഗിളിൽ വന്നാൽ. ഓക്കെ ആണോ? ഈ കാര്യം മനസ്സിലായില്ലേ? എങ്കിൽ അടുത്ത ലാസ്റ്റ് കാര്യത്തിലേക്ക് വരും. ടാൻ തീറ്റ n2/n1 എത്തി. സപ്പോസ് എന്റെ റേ വരുന്നു, അത് ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ എന്തുണ്ടാവും? അത് ഇവിടെ ഡെൻസർ മീഡിയത്തിന്റെ മേലെ കൂടെ ജസ്റ്റ് ഗ്രേസ് ചെയ്ത് പോകും, ഇങ്ങനെ തൊട്ട് പോകും. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ എന്റെ ആർ എത്രയോ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയോ 90 ഡിഗ്രി ആവും. അപ്പൊ ഞാൻ എഴുതും sin i/sin r എന്താണ് n2/n1 എന്ന് എഴുതി. ഈ sin i എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിൾ ആയ കാരണം ഞാൻ sin sin r എത്രയാണ്? r ഇവിടെ 90 ആണ്. sin 90 എന്ന് പറഞ്ഞാൽ 1 ഈക്വൽ ടു n2/n1 എന്ന് കിട്ടി. sin n2/n1 എന്ന് കിട്ടി. ഇവിടെ നോക്കാം, ടാൻ തീറ്റ എന്ന് പറഞ്ഞാലും n2/n1 ആണ്, sin c എന്ന് പറഞ്ഞാലും n2/n1 ആണ്. സോ ഐ റൈറ്റ് ദിസ് sin c ഈക്വൽ ടു ടാൻ തീറ്റ. വെരി 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 ഇമ്പോർട്ടന്റ് ആയ അടുത്ത കാര്യം. ഈ കാര്യങ്ങൾ വെച്ചിട്ടാണ് ബ്രൂസ്റ്റേഴ്സിന് എന്ത് ചെയ്യുക? പ്രോബ്ലംസ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം sin c ഈക്വൽ ടു ടാൻ തീറ്റ. രണ്ടാമത്തെ ഇത് r ഈക്വൽ ടു 90 - തീറ്റ. ഓക്കെ അല്ലെ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? ഇത്ര പഠിക്കാനുള്ളൂ. പിന്നെ ഈ ഒരു കാര്യം കൂടി പഠിച്ചാൽ ബ്രൂസ്റ്റേഴ്സിന്റെ കാര്യങ്ങളും സെറ്റായി. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വേ ഒപ്റ്റിക്സിന്റെ പാഠം ഏകദേശം എല്ലാ ഫോർമുലാസും എല്ലാം പറഞ്ഞിട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ പോയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? ഇതിൽ നിർത്തരുത്. എന്ത് ചെയ്യുക? കുട്ടികൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യനിലൂടെ പുതിയ തിയറി കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യനിലൂടെ പുതിയ കൺസെപ്റ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? പുതിയ എന്താ പറയാ ട്രിക്കുകളും കാര്യങ്ങളൊക്കെ കുട്ടികൾ തന്നെ ഉണ്ടാക്കുക. ഓക്കെ, ഞാനാണ് പഠിക്കുന്നതെന്ന ആത്മവിശ്വാസം ഉണ്ടാവുക, ഞാനാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു ലെവലിൽ പഠിക്കുക. എന്ത് ചെയ്യണം? എപ്പോഴും ടോപ്പ് എയിം ചെയ്യുക. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലക്ഷ്യം ഏതാണോ അതിന്റെ ഏറ്റവും ടോപ്പിലേക്ക് എയിം ചെയ്യുക. എന്നാലേ നമുക്ക് എന്ത് ചെയ്യുക? വർക്ക് ചെയ്യാൻ ഇതുണ്ടാവും. എന്നാലേക്കാം ഇപ്പൊ ആലോചിക്കുക, അത്രയും പിള്ളേരാണ് എൻട്രൻസ് ഫീൽഡിലൊക്കെ വരുന്നത് അല്ലെ? ഇപ്പൊ നീറ്റാണെങ്കിൽ 22 ലക്ഷം പിള്ളേരാണ് കഴിഞ്ഞ പ്രാവശ്യം എഴുതിയത്. 22 ലക്ഷം പിള്ളേർ 20,000 പേർക്ക് ഏകദേശം 1% ആൾക്കാർക്ക് മാത്രമേ നീറ്റ് കിട്ടുന്നുള്ളൂ. അപ്പൊ 20% പിള്ളേർ ചെയ്യാത്ത എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം എന്നുള്ള ബോധം കുട്ടികൾക്ക് ഉണ്ടാവുക. നന്നായി വർക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലെ? അപ്പൊ നന്നായി വർക്ക് ചെയ്യുക. ഇതിൽ നിർത്തരുത്. ഞാൻ ഇപ്പോഴും പറയുന്നത് ഇതുകൊണ്ട് നിർത്തരുത്. ക്വസ്റ്റ്യൻസ് ചെയ്യണം. ക്വസ്റ്റ്യൻസ് ചെയ്യാണ്ട് ഒരു കാര്യമില്ല. ഇത്ര നേരം കുട്ടികൾ ക്ലാസ് എടുത്ത് കണ്ടത് വെറുതെ ആയിപ്പോ. ക്വസ്റ്റ്യൻസ് നന്നായി വർക്ക്ഔട്ട് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ അല്ലെ? അങ്ങനെ ഡൗട്ട് ഉള്ളതൊക്കെ വന്ന് ചോദിക്കുക. ഡൗട്ട് ഉള്ളതൊക്കെ ക്ലാസ്സുകളിൽ വന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും നല്ലൊരു ഭാവി നേരുന്നു. ബൈ.